السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا وحبيبنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، حق قدره العظيم ومقداره العظيم، وعلى آله وصحبه وأتباعه إلى يوم الدين وسلم. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാന്യനായ അബൂബക്കർ ഫൈസി ഉൾപ്പെടെ ബഹുമാന്യനായ ഹബീബ് ഫൈസി, അതുപോലെ തന്നെ അൻവർ ഫൈസി, ഷമീർ ഫൈസി തുടങ്ങി വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ ഈ ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ബഷീർ സാഹിബ്, അതുപോലെ തന്നെ സലാം സാഹിബ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും നമുക്ക് പേരെടുത്ത് പറയേണ്ട, നമ്മുടെ പല യാത്രകളിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരീ സഹോദരന്മാർ, വളരെ കാര്യഗൗരവത്തോടെ ആലോചിക്കപ്പെടേണ്ട ഒരു കാര്യം, കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളതെങ്കിലും ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷമുള്ള ക്ലാസ്സുകളിലുമൊക്കെയായി ബഹുമാന്യരായ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിലൂടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ വളരെ കുറച്ചു കാര്യങ്ങൾ സൂചിപ്പിക്കലാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ ദൗത്യം. ഇവിടെ നേരത്തെ ബഹുമാന്യനായ ഉസ്താദ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ട്രാവലിൻ്റെ ഈ ഒരു യാത്രയുടെയും ഈ ഒരു ട്രാവൽ ഏജൻസിയുടെയും സ്വഭാവം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അർപ്പണബോധത്തോടു കൂടെയാണ് ഈ അമലുകളൊക്കെയും ചെയ്യിപ്പിക്കാനും, അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്ത യാത്രകൾ ചെയ്യുന്നിടത്തും വളരെ വലിയ കൃത്യതയാണ് ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിവിടെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെയൊക്കെയും അനുഭവങ്ങളുണ്ട്. നേരത്തെ ഇറാഖിലെ ബഗ്ദാദിലെ, അതിനുശേഷമുള്ള ഇറാഖിലെ യാത്രകളിലൊക്കെ തന്നെ ബഹുമാന്യനായ ബഷീർ സാഹിബിൻ്റെ ഒരു അർപ്പണബോധം നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ കെ സി പറഞ്ഞ ഒരു കാര്യം പോലെ തന്നെയാണ് ബഹുമാന്യനായ ഫൈസൽ ഫൈലി, നമ്മുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, കൂടത്തായിക്കാരൻ. ഏകദേശം ഞങ്ങളുടെയൊക്കെ പ്രായവും ഏകദേശം ഒന്നാണ്. അദ്ദേഹത്തിന് ഓരോ ദിവസവും 1.5 ദിവസം ഇടവിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടിയിരുന്ന രോഗിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നു, ബഗ്ദാദിലെത്തി. ബഗ്ദാദിലും അതിനുശേഷമുള്ള യാത്രയിലുമെല്ലാം വളരെ ആവേശത്തോടു കൂടെ നടന്നു. മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഖ്ബറയുടെയൊക്കെ അടുക്കൽ പോയിരുന്ന മൗലിദൊക്കെ കഴിച്ച് വലിയ ആത്മീയ അനുഭൂതിയിലായിരുന്നു ആ യാത്ര. കർബലയിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ കയറി പ്രിയപ്പെട്ട ഫൈലി വിട പറഞ്ഞു. ആ ബസ്സിലെ സീറ്റിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നാവിറങ്ങിപ്പോകുന്ന നേരം ഞങ്ങളൊക്കെ കണ്ടു. മരണത്തിൻ്റെ ഒരു വല്ലാത്ത മുഹൂർത്തത്തെ ഞങ്ങൾ അനുഭവിച്ചു. പ്രിയപ്പെട്ട ബഷീർ സാഹിബിൻ്റെ ആ സമയത്തുള്ളൊരു അർപ്പണബോധം നമ്മളെയൊക്കെ കരയിപ്പിച്ച ഒരു കാര്യമാണ്.
ഫൈലിയുടെ പ്രിയപ്പെട്ട പ്രിയതമ കൂടെയുണ്ട്, ആകെ അവരെയുള്ളൂ. പക്ഷേ ബഷീർ സാഹിബ് അവിടുന്ന് പിന്നെയുള്ള യാത്രയിൽ ഞാനാണ് പിന്നെ ആ സംഘത്തിന് നേതൃത്വം കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. പക്ഷേ ആ സമയം രാത്രിയൊക്കെ വൈകി, നീണ്ട ഒരു യാത്ര. കർബലയിലെ ആ സമയത്ത് ജഡ്ജസിനെ കൊണ്ടൊക്കെ രാത്രി തന്നെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുന്ന, സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്കത് പറ്റും, UAE-യിലാണെങ്കിൽ നമുക്കത് പറ്റും, ഗൾഫ് രാജ്യങ്ങളിലെ GCC കൺട്രികളിലാണെങ്കിൽ അത് സാധിക്കും. പക്ഷേ ഇറാഖ് പോലത്തെ ഒരു രാജ്യത്ത് അത് സാധിക്കുക എന്നുള്ളത് അത്രയൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ തീവ്രമായ പ്രയത്നത്തിൻ്റെ ഫലമായി അതൊക്കെ സാധിച്ചു. ഞങ്ങൾ തിരിച്ചിവിടെ വരുമ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ, അതായത് ബഗ്ദാദിലേക്ക് 300 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ പിന്നാലെ പ്രിയപ്പെട്ട ഫൈസിയുടെയും ജനാസ എത്തി. എന്നിട്ട് മഹാന്മാരായ സൂഫി വര്യന്മാർ അന്തി ഉറങ്ങുന്ന മഹാനായ പിന്നെ ആരൊക്കെ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഉൾപ്പെടെയുള്ള, സിരിയു സഖ്തി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ ആ മക്ബറയുടെ പ്രവിശാലമായ മക്ബറക്കുള്ളിൽ കേരളീയനായ ഫൈലി ഉറങ്ങുന്നത് പ്രിയപ്പെട്ട ബഷീർ സാഹിബിൻ്റെ അർപ്പണബോധ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്, ഞാനത് വിശദീകരിക്കാനല്ല. പക്ഷേ അത് ഞാൻ തന്നെയും ഇതിൽ കൂടുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് നിങ്ങൾ കൂടെ ഉണ്ടാകുന്നൊരു സന്ദർഭത്തിലേ പോകാൻ പറ്റുമെന്ന്. കാരണം ഞാൻ മാത്രം നയിച്ചാൽ എന്താകുമെന്നെൻ്റെ പേടിയാണ്. പക്ഷേ അക്കാര്യത്തിലൊക്കെ വളരെ പരിചയസമ്പന്നനായി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ആ കാര്യത്തിലൊക്കെ ഒരു കുറവും വരാതെ അത് നിലനിർത്തുകയും ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന് സാധിക്കുന്നുണ്ട്. ഒരിക്കൽ മാത്രം ഞാനും അതുപോലെ തന്നെ ഹബീബ് ഫൈസിയും കൂടി പോയി. പക്ഷെ ആ സമയത്ത് പോലും രാത്രികളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ബഷീർ സാഹിബ്. ഞങ്ങളാ പോയി എന്നേ ഉള്ളൂ, പക്ഷെ അത് നിയന്ത്രിച്ചതും അപ്പോഴും ബഷീർ സാഹിബായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ ഈ സ്ഥാപനവും ഈ സംവിധാനവും നല്ല അമലുകൾക്കുള്ള പ്രേരകമാകുന്ന വിധം അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, അങ്ങനെ പോകാൻ നിങ്ങൾക്ക് സൗഭാഗ്യം കിട്ടുമെങ്കിൽ അതിലേറ്റവും നല്ല ഓപ്ഷനാണ് എന്നതാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ഹജ്ജ്, അതുപോലെ തന്നെ ഉംറ, അതുപോലെയുള്ള യാത്രകളിലെല്ലാം അള്ളാഹു തരുന്നൊരു വലിയ സൗഭാഗ്യമുണ്ട്, പടച്ച റബ്ബിൻ്റെ ഒരു സൗഭാഗ്യം. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അമലുകളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ക്ലാസ് എടുക്കുന്നില്ല. KC പറഞ്ഞ പോലെ അതെല്ലാം എടുക്കാൻ ഇപ്പോൾ സമയവും നമുക്ക് കൂടുതൽ കിട്ടൂല. പക്ഷെ പോകുന്ന സമയത്ത് പലതും ഇങ്ങനെ പറഞ്ഞു പോകാമെങ്കിലും അതിനേക്കാൾ ആവശ്യമായി തീരുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹജ്ജിനും ഉംറക്കും ഒക്കെ തന്നെ നിയത്തു ചെയ്ത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവരോടൊക്കെ പറയാൻ കഴിയുന്നൊരു കാര്യം, ഹജ്ജിൻ്റെ ഒരു പ്രത്യേകത, ആ ഹജ്ജ് അള്ളാഹുവും നമ്മളും തമ്മിൽ രഹസ്യാത്മകമായി ചെയ്യുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ അവിടെ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞു തരുന്നു, ചില പ്രത്യേക കാര്യങ്ങളെ മാറ്റിവെക്കാതെ ഹജ്ജിനെ കുറിച്ച് ആലോചിക്കരുത് എന്നാണ്. ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ തന്നെ മാറ്റിവെക്കേണ്ട ചിലതുണ്ട്. കാരണം അതൊരു വലിയ യാത്രയാണ്. ആ യാത്രയുടെ പ്രത്യേകതയും അതിൻ്റെ സ്വഭാവവും നിരന്തരം ആ സമയങ്ങളിലൊക്കെ തന്നെയും പിശാച് ഇങ്ങനെ മുന്നിൽ വന്നു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ് ഹജ്ജിൻ്റെ വഴി. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സിറാത്തുൽ മുസ്തഖീമിൽ കാത്തിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ പിശാച് പറയുന്ന രംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നുണ്ട്, ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന വഴിയിലെ ഒരു വഴി പരിശുദ്ധ മക്കയിലേക്കുള്ള യാത്രയാണ്. ഞാൻ അവർക്ക് വേണ്ടി സിറാത്തുൽ മുസ്തഖീമിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി ഹാജിയെയും അതുപോലെ തന്നെ ഉംറക്കാരനെയും പിഴപ്പിക്കാൻ വേണ്ടി ഈ സിറാത്തുൽ മുസ്തഖീമാകുന്ന മക്കയിലേക്കുള്ള മാർഗത്തിൽ പിശാച് കാത്തിരിക്കും എന്നാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെയെല്ലാം രക്ഷപ്പെട്ടാലേ ഒരാളുടെ ഹാജി എന്ന നിലയിലുള്ള അവൻ്റെ പദവി ഉണ്ടാകുന്നുള്ളൂ. അവിടെയെല്ലാം രക്ഷപ്പെട്ടാലേ ഒരു മുഅ്തമിർ എന്ന നിലയിൽ, ഒരു ഉംറ ചെയ്തവൻ എന്ന നിലക്കുള്ള അവൻ്റെ പദവി ശരിയാകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ യാത്ര ചെയ്താലും നമ്മൾ കണ്ടതൊക്കെ കണ്ടു തിരിച്ചു പോന്നാലും നമുക്ക് പലപ്പോഴും അതിൻ്റെ ആ അർത്ഥത്തിലുള്ള ഒരു സായുജ്യ അനുഭവം ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖമായി ഞാൻ ഈ ആയത്ത് ഓതി വെക്കാൻ, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറല ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഞാൻ ആദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എന്നോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ആലോചിക്കുകയും അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയാ തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഹജ്ജിനും ഉംറക്കും പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കേണ്ടതുള്ളൂ. പിഴവ് വരാം, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. പക്ഷേ ഇക്കാര്യത്തിൽ നിർബന്ധമായും ഈ ഞാൻ പറയാൻ പോണ കാര്യത്തെ നിർബന്ധമായി നിങ്ങളൊന്ന് കാണണം. കാരണം അത് സ്വാഭാവികമായി അവിടെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണത്? അള്ളാഹു പറയുന്നു, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് ചില പ്രത്യേക മാസങ്ങളാണ്. അതിൽ നമുക്കറിയാം ദിൽഹിജ്ജയാണ്, അതിനു മുമ്പുള്ള മാസം മുതലേ തന്നെ തുടങ്ങാം. പക്ഷെ ആ മാസങ്ങളിൽ അത് ചെയ്യുമ്പോൾ ഫമൻ ഫറല ഫീഹിന്നൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്താൽ, അതിനു വേണ്ടിയുള്ള ആലോചന നടത്തി അത് ഇഹ്റാം ചെയ്താൽ 3 കാര്യങ്ങളാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചേ പറ്റൂ. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ, ഹജ്ജ് അങ്ങനെ പറയുമ്പോഴും സാമാന്യമായി പറയുമ്പോഴും ഉംറയുടെ കാര്യത്തിലായാലും ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ, ഒരു തരത്തിലുള്ള ലൈംഗികമായ ചിന്തകളെ ഉണ്ടാവാൻ പാടില്ലാത്ത വിധം അള്ളാഹുവിലേക്ക് ഹൃദയത്തെ കൊടുക്കണം. തൻ്റെ ഭാര്യയുടെ കൂടെ പോകുമ്പോൾ ആ ഭാര്യയെ ആ രീതിയിൽ ഒരു തരത്തിൽ അടുപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അങ്ങനെ കാണണം. തൻ്റെ മകളുടെ നിക്കാഹിന് ആ സമയത്ത് ആലോചിക്കാനോ അല്ലെങ്കിൽ ആ നിക്കാഹ് നടത്തി കൊടുക്കാനോ പറ്റാത്ത വിധം ആ വിഷയത്തെക്കുറിച്ച് പോലും ആലോചിക്കാൻ പാടില്ലാത്ത വിധം മാറി നിൽക്കണം. മകളുടെ നിക്കാഹ് എന്ന് പറയുന്നത് എത്ര പവിത്രമായ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ചിന്ത പോലും ഇല്ലാത്ത വിധം അതൊന്ന് മാറി നിൽക്കണം. ഫുസൂഖ്, ഒരു തരത്തിലുള്ള ഒരു തിന്മയും മനസ്സിൽ ഉദിക്കാൻ പാടില്ലാത്ത വിധം ജീവിക്കണം. വലാ ജിദാൽ, ഒരു തർക്കവും പാടില്ലാത്ത വിധം ജീവിക്കണം. തർക്കമാണ് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ പോകുന്ന യാത്രാസംഘം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ അസൗകര്യങ്ങളുണ്ടാവും. അറഫയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് അസൗകര്യങ്ങൾ നമ്മൾ നേരിടും. ഞാനൊരിക്കൽ ഹജ്ജിന് പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാവം വൃദ്ധനായ സഹോദരൻ, ആ തിരക്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അതിന് വരില്ലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പോകുന്നതിനെ സൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. തർക്കങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള പലതും അവർക്ക് നടക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന ദേഷ്യം പിടിക്കും. ഇതൊക്കെ സംഭവിക്കും. അപ്പോഴൊക്കെ അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ വിളിയാളം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അങ്ങനെ ആയിരുന്നല്ലോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിച്ചോടുക. എവിടെ നിന്നാ വിളിക്കേണ്ടത്? ആരാരുമില്ലാത്ത വിജനമായ മരുപ്രദേശം, ഒരു പുൽക്കൊടി പോലുമില്ലാത്ത വിധം ഭീകരമായ വിജനതയുള്ള ഒരു മരുപ്രദേശം. അവിടെ ആകെ തൻ്റെ പൊന്നോമനയും തൻ്റെ പ്രിയതമയും അല്ലാത്ത ഒരാളുമില്ലാത്ത വിധം ഭീകരമായ വന്യതയുള്ള മരുപ്രദേശം. ആ മരുപ്രദേശത്തെ ഈ മഹാഗേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വിളിക്കാൻ പറയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട്. ഇബ്രാഹിം നബി തന്നെ തിരിച്ചു ചോദിച്ചു, പടച്ചോനെ, ഞാൻ ആരെയാ വിളിക്കേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാലങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ വിളി അലൈഹിസ്സലാം ഇപ്പോഴും കേൾക്കുന്ന മനുഷ്യന്മാരുടെ യാത്രയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള യാത്ര.
അത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളിയാളത്തിൻ്റെ യാത്രയാണ്. എന്ന് പറഞ്ഞാൽ എന്നോ കേട്ട ഒരു വിളിയാളം ദേശങ്ങളെയും കാലങ്ങളെയും ജയിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ കർണപടങ്ങളിൽ ഇപ്പോഴും കർണപുടങ്ങളിൽ എത്തുന്നു എന്നതാണ് അതിനർത്ഥം. അവനറിയാതെ പറഞ്ഞു പോകാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിയാളത്തിന് ഞങ്ങളിതാ ഉത്തരം തരുന്നു പടച്ചോനെ. മഹാരാജാവേ, ഞങ്ങളിതാ നിന്നോടിതാ വീണ്ടും വീണ്ടും പറയുന്നു റബ്ബേ എന്ന് പറയാൻ, അതിന് വിളിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ. അസമയത്ത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചോനെ, ആരോടാ ഞാൻ ഈ വിളി, ആരെയാ ഞാൻ വിളിക്കേണ്ടത്? അപ്പോഴാണ് ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, യഅ്തൂക റിജാലൻ, വിളിച്ചോളൂ, യഅ്തൂക റിജാലൻ വ അലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ആളുകൾ കാൽനടയായി വന്നോളൂ, ആളുകൾ വാഹനം കയറി വന്നോളൂ, ഒട്ടകത്തിൻ്റെ പുറത്തും വിമാനങ്ങളിലുമൊക്കെയായി. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിൻ്റെ ഏതോ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കോളും. ഇബ്രാഹിം താങ്കൾ വിളിക്കുക അലൈഹിസ്സലാം. ആ വിളിയാളം കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട പണിയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു തർക്കവും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത വിധം ആത്മീയമായ ഒരു അനുഭവമാക്കി അതിനെ മാറ്റാൻ കഴിയണം. യാത്രയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വീണ്ടും ഉണർത്തിയിട്ട് പറയുന്നു, യാത്രയിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ ശ്രമിച്ചാൽ അതിലെല്ലാം മാറി നിന്നിട്ട് അല്ലാഹുവേ, നിൻ്റെ വിളിയാളം കേട്ട് വന്ന നിൻ്റെ ഹാജിയായി, നിൻ്റെ അതിഥിയായി ഞാൻ വന്നിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ ഈ ആയത്ത് ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഹാജിയാകാൻ തീരുമാനിച്ചോ, ഈ ആയത്ത് ആദ്യം മനസ്സിലോർക്കണം, നെഞ്ചിലെഴുതി വെക്കണം. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമൻ ഹജ്ജ ലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഹജ്ജ് ചെയ്യാൻ പോയി, ഇപ്പറയപ്പെടുന്ന ഒരു തർക്കത്തിനോ ഒന്നിനും കൂട്ടുനിന്നില്ല. നമ്മൾ തവാഫിൻ്റെ ഇടയിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള മോശമായ ചിന്തയിലേക്ക് പോയിട്ടേയില്ല. ഒരാളുടെയും അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ തീരുമാനിച്ചില്ല. അങ്ങനെയൊക്കെ ഫലം യർഫുസ് വലം യഫ്സുഖ്, ഫാസിഖായില്ല. അതേപോലെ ലൈംഗികമായൊരു വികാരത്തിൻ്റെയും ചിന്തയിലേക്കും പോയില്ല. എന്നാൽ റജഅ, അയാൾ തിരിച്ചു വരും. കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ ശുദ്ധി എത്ര ഉണ്ടാവോ അതുപോലെ തിരിച്ചു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ ശുദ്ധി ആലോചിച്ച് നോക്കിയേ. ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ ആ നിഷ്കളങ്കതയെ, പരിശുദ്ധിയെ, നിർമ്മലമായിട്ടുള്ള ഹൃദയത്തെ അതുപോലെ ഒരാൾക്ക് വീണ്ടും തിരിച്ചു കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്ത്, അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്ത്, അള്ളാഹുവിൻ്റെ വിളിയാളം കേട്ട് പോയി തിരിച്ചു വരുന്നൊരു മനുഷ്യൻ്റെ പ്രത്യേകത, മാതാവിൻ്റെ പ്രസവാനന്തരമുള്ള ഒരു മാതാവിൽ നിന്നൊരു കുഞ്ഞ് പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന അതേ ശുദ്ധിയിൽ തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ തിരിച്ചു വരാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ പറയുന്നത്, വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. എന്തൊക്കെ നിങ്ങൾ അവിടെ വെച്ച് നല്ലത് ചെയ്തോ എല്ലാം അള്ളാഹു അറിയും. ഞാനിത് പറയാൻ കാരണം, നമ്മൾ പിന്നെ പറയണം, ഞാനിന്ന് പോയി ഹജറുൽ അസ്വദ് മുത്തി, ഞാനിന്ന് രാത്രി 12 മണിക്ക് ഇറങ്ങി അവിടെ ചെന്ന് കാര്യമായിട്ട് എന്നെ തവാഫ് ചെയ്തു. റൂമിലൊന്നത് പറയുമ്പോഴേക്കും ആളുകൾ പറയും, നീ എന്നെന്താ കൂട്ടാതിരുന്നത്? അടി തുടങ്ങി. വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, അതൊക്കെ സ്വകാര്യമാകണം. വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, എന്തൊക്കെ ചെയ്തോ അതെല്ലാം, എല്ലാ നന്മയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയും. അതിനെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയേണ്ടതില്ല എന്നർത്ഥം. നിങ്ങൾ ആരോടും പറയേണ്ടതില്ല എന്നർത്ഥം. ഫതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. വതസവ്വദൂ, നിങ്ങൾ ഈ യാത്രക്ക് വേണ്ട എല്ലാം ഒരുക്കുക. യാത്ര എന്ന് പറയുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള സാമഗ്രികളും ഒരുക്കണമെന്നത് ഒരു യാത്രക്കാരൻ്റെ, ആ സംഘത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച സമയത്തെ തന്നെ കുറേ ആളുകളുമായി നല്ല നിലക്ക് മുഷാവറ ചെയ്യണം. മോമിനീങ്ങളായ വലിയ സാലിഹീങ്ങളായ മഹാന്മാരോടൊക്കെ പറയണം, ഞാനിങ്ങനെ ഹജ്ജിന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴും മനസ്സിലുണ്ടാകണം,
ഞാനൊരു ഹാജിയാകാൻ പോകുന്നുണ്ടെന്ന് പറയാനല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, ഞാനൊരു ഹാജിയായതിൻ്റെ മേന്മ പറയാൻ വേണ്ടി പോയതല്ല, മറിച്ച് അള്ളാഹുവേ എൻ്റെ ഹജ്ജ് സ്വീകരിക്കാൻ ഈ മഹാൻ്റെ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ടൊരു തൗഫീഖ് ഉണ്ടാകൂലോ എന്ന് ചിന്തിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പോയതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിലരോട് മുഷാവറ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇസ്തിഖാറ ചെയ്യുന്നത് രണ്ടും പരാജയമോ ദുഃഖമോ ഉണ്ടാക്കാത്ത കാര്യമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ നദിമ മൻ ഇസ്തഖാറ. ഒരാൾ ഇസ്തിഖാറത്ത് ചെയ്യുന്നു, അതായത് ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി ആദ്യം നേരെ കൊണ്ടുപോയി ട്രാവൽ ഏജൻസിക്ക് കാശ് കൊടുക്കുകയല്ല വേണ്ടത്, ഇസ്തിഖാറത്ത് ചെയ്യണം. ഒരു 2 റക്അത്ത് അങ്ങ് നമസ്കരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് അള്ളാഹുവേ, ഞാൻ നിൻ്റെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഞാൻ ഒരുങ്ങാൻ പോകാണ്, അതിൻ്റെ എല്ലാ ഖൈറാത്തും അത് നീ എനിക്ക് തൗഫീഖായി നൽകണേ അള്ളാഹ് എന്ന് ദുആ ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങണം. മാ നദിമ, പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല എന്ന്, പിന്നെ അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെയാണ് മഹാന്മാരായ ആളുകളുമായി ഒരു മുഷാവറ നടത്തണം. ആ മുഷാവറ ചെയ്താൽ അയാൾക്കതിൽ പരാജയം ഉണ്ടാവില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഈ തസവ്വുദിൻ്റെ ഭാഗാട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും അതിനെല്ലാം കൂടി ഒരുങ്ങുമ്പോൾ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുക്കുന്ന പോലെ തന്നെ ഇപ്പറയുന്ന രീതിയിലും കൂടി ഒരുങ്ങണം. ഞാൻ എല്ലാം കൂടി വിശദീകരിക്കല്ല. ആ തസവ്വുദിലെ ഏറ്റവും വലിയ തസവ്വുദ് എന്താ? ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാണ്. അത് ഉള്ളിൽ നിറക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ഹാജിയാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. അതിലുള്ളിൽ നിറയുന്ന ആ തഖ്വയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും പേടിയും ഒക്കെ ഉണ്ടാകുന്ന വിധത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, ഒരു മാനസികാവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയലാണ് ഈ തഖ്വ. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലെ യാത്രയുടെ സാമഗ്രികളിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ തഖ്വയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന മനുഷ്യരെ അള്ളാഹു ചോദിക്കാൻ, ചിന്തിക്കുന്ന മനുഷ്യരെ ഏറ്റവും ആവശ്യം ഇതല്ലേ? കാരണം 5.5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് പോയിട്ട് അതൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് പോരണോ, അതോ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പ്രീതി കിട്ടിയിട്ട് പോരണോ? ഇതല്ലേ നമ്മുടെ ചിന്ത. വെള്ളത്തിൽ കലക്കി പോരാൻ പറ്റും, തിരിച്ചു പോരും. ഹാജി എന്നൊക്കെ പറയുന്നത് പേരിനാവാം. നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ആരാ ഹാജി? ഞാനിത് നമ്മുടെ ഈ ഒരു സുഖിപ്പിച്ച് വർത്താനം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മളൊക്കെ തന്നെ ചിന്തിക്കാനാണ്. ഞാനും ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം, നമ്മളെല്ലാവരും ചിന്തിക്കണം. നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു പേര് കിട്ടാനുള്ള ഒരു ഹാജിയാകാനല്ല. അതുകൊണ്ടാണ് പറയുന്നതും തഖ്വയെക്കുറിച്ച് നിങ്ങളൊന്ന് ശരിക്കാലോചിക്കണേ. വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ. കാരണം അവിടെ പോകുന്ന ഓരോ കാലുവപ്പിനും നിങ്ങൾ ആലോചിച്ചോളൂ, ആ സ്ഥലം മുഴുവനും മഹ്ബത്തുൽ വഹിയാണ്. അവിടെയൊക്കെ ജിബ്രീൽ കാലു തൊട്ടിട്ടുണ്ട്, അവിടെയൊക്കെ മലക്കുകൾ കാലു തൊട്ടിട്ടുണ്ട്, അവിടെ മുഹമ്മദ് മുസ്തഫയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പരിശുദ്ധ റസൂലിൻ്റെയും പരിശുദ്ധ പാദം തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനമാകുന്നത് ഈ തഖ്വയോടെയും അതോടൊപ്പം തന്നെ ആ ഭൂമിയിൽ കാല് വെക്കുന്ന നേരം മുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ഭൂമി ആരുടേതായിരുന്നു? ആ ഭൂമി മഹബത്തുർ റസൂലാണ്, മഹബത്തുൽ വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്ന സ്ഥലമാണ്. ഇന്ന അവ്വല ബൈത്തിൻ മുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ഖുർആൻ പറയാൻ, ഇന്ന അവ്വല ബൈത്തിൻ മുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഗേഹം പരിശുദ്ധ മക്കയാണ്. ബക്കയിലെ പരിശുദ്ധമായിട്ടുള്ള കഅബയാണ്. ബക്ക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ? ഏതൊരു രാജാവിൻ്റെയും ഏതൊരു ഭരണാധികാരിയുടെയും ഏതൊരു അഹങ്കാരിയുടെയും ഏതൊരു വലിയ മുതലാളിയുടെയും തലകുനിഞ്ഞു പോകുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് ബക്ക എന്ന് പറഞ്ഞത്. മക്ക എന്നല്ല അല്ലാഹു ഉപയോഗിച്ചത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ.
ആ പരിശുദ്ധ മക്കയിലേക്കാണ് പോണത്. അവിടെയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ മുഴുക്കെ നടന്നതാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെല്ലാം നമ്മൾ കാണുന്നു. ഇബ്രാഹിം നബി അവിടെ നിന്ന് ദ്വാരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അതുപോലെ തന്നെ ദ്വാരുന്നു, റബ്ബന ബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും. പടച്ചവനെ, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രവാചകനെ നീ അയച്ചു കൊടുക്കണം, ഒരു പ്രവാചകനെ അയച്ചു കൊടുക്കണം. എന്താ പ്രവാചകന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, യത്ലു അലൈഹിം ആയാതിക്, നിന്റെ വിശുദ്ധമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ അവർ പാരായണം ചെയ്തു കൊടുക്കും. വയുഅല്ലിമുഹുൽ കിതാബ, വേദജ്ഞാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. വൽ ഹിക്മത വയുസക്കീഹിം, ഹിക്മത്തിനെയും പഠിപ്പിച്ചു കൊടുക്കും, അവർക്ക് തസ്കിയത്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ അള്ളാഹുവേ ഈ മരുക്കാട്ടിൽ നീ അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയും, ഞാൻ രണ്ടുപേരുടെ പ്രത്യേകമായ തേട്ടാണ്. ഒന്ന്, ഇന്നി അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന എൻ്റെ വാപ്പാടെ ദുആയാണ്. വ അന ബശാറത്തു അഖി ഈസ, എൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബഷാറത്താണ്. കാരണം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, ആ മനുഷ്യന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നാണ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഞാൻ ഇതാ നിങ്ങളോട് പറയാണ്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെ കൊണ്ടുവന്നോ അതെല്ലാം സത്യമാണെന്ന് പറയാനും, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഒരു അഹ്മദ് വരാനുണ്ടെന്ന് പറയാനും കൂടിയാണ്. എനിക്ക് ശേഷം ഒരു അഹ്മദ് വരാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രഗത്ഭനായ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകാണെന്ന് വിചാരിക്കണ്ട, എന്നാലും സൂചിപ്പിച്ചു പോകാൻ, അഹ്മദ് എന്നുള്ള പദം പോലും ഖുർആൻ ഉപയോഗിച്ചോടത്ത് അതേ പ്രയോഗം തന്നെയാണ് സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്ന പെരാക്ലിറ്റസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം അതാണ്. അതിന് ശരിക്കു പറഞ്ഞാൽ ഹംദ എന്ന് പറയുന്ന അതേ പദപ്രയോഗം തന്നെയാണ് സുറിയാനിയിൽ പഴയ ബൈബിളിലുള്ളത് എന്ന് വളരെ പ്രഗത്ഭരായ ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയും കൂടി പറയുന്നു, ഈ ഹംദക്ക് അതേ യോജ്യമായ ഒരേ ഒരു പ്രയോഗം മുഹമ്മദ് പോലും അല്ല, അഹമ്മദാണെന്നാണ്. വാട്ട് ദ ബൈബിൾ സെയ്സ് അബൌട്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ വളരെ പ്രഗത്ഭനായ, ഒരു കാലത്ത് വലിയ പാതിരിയായി പിന്നെ മുസ്ലിമായി അദ്ദേഹം പറയാണ് അഹമ്മദ് എന്നുള്ള പദമാണ് മുഹമ്മദ് എന്ന് പറയുന്ന പദത്തെക്കാളും അവിടെ യോജ്യം. ആ അഹമ്മദാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ വരുന്നത് മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദു, എനിക്ക് ശേഷം അഹമ്മദ് വരാനുണ്ടെന്ന് പറയാനാണ്. ആ അഹമ്മദിന് വേണ്ടി ദുആരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബന ബഅത്ത് ഫീഹിം റസൂലൻ, പടച്ചവനെ ഇവിടെ ഒരു റസൂലിനെ അയക്കണം, ഇവിടേക്ക് ആളുകളെ എങ്ങനെ കൊണ്ടുവരണം, ഈ പരിശുദ്ധമായ ഗേഹത്തിലേക്ക് മനുഷ്യരെത്തിക്കണം, ഈ സമൂഹത്തെ എല്ലാത്തിനെയും അങ്ങനെ ആളുകളിലേക്ക് അങ്ങനെ എത്തിക്കാൻ കഴിയുന്ന വിധം ഈ കുഞ്ഞിനെ ഞാനിവിടെ ഈ പ്രിയതമയോടൊപ്പം ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാണ് പടച്ചോനെ എന്ന് പറയുന്നൊരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇബ്രാഹിം നബി ആ കുഞ്ഞിനെ അവിടെ ഇങ്ങനെ വച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ടവളെയോട് തിരിച്ചു പോകുമ്പോൾ ഒന്നും പറയാതെ ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ കെ സി ഉസ്താദ് പറഞ്ഞതുപോലെ പിന്നെ ഹാജറ ബീവി റളിയല്ലാഹു തആലാനെ ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് പോണത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഞങ്ങളെ ഇവിടെ ഇട്ടേച്ചു പോകുന്നത്, ഇത് റബ്ബിൻ്റെ തീരുമാനമോ? റബ്ബിൻ്റെ തീരുമാനമാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ണിങ്ങനെ നനഞ്ഞിട്ട് തിരിച്ചു നിന്നിട്ട് അതേ ഹാജർ ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ തീരുമാനമാണെന്ന് പറയുന്ന നേരത്ത് അപ്പോഴാണ് ഹാജർ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ
പ്രിയപ്പെട്ടവനെ, നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഈ മരുക്കാട്ടിൽ ആരുമില്ലെങ്കിലും ഉടമസ്ഥനായ റബ്ബിൻ്റെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ജീവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ആ പെൺകൊടി പറഞ്ഞ നേരത്തെയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തരുന്നത്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ. ഒരു കൊച്ചു പുൽക്കൊടിക്ക് പോലും മുളക്കാത്ത വിധം ഊഷരമായ ഈ മരുക്കാട്ടിൽ അള്ളാഹുവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ്, ഇവിടെ താമസിപ്പിക്കാൻ പോകാണ്. മുല കുടിക്കുന്ന അമ്മിഞ്ഞപ്പാൽ ചുരക്കാൻ പോലും കഴിയാത്ത വിധം തളർന്നുപോയ ഒരു അമ്മയും കുഞ്ഞും മാത്രമുള്ള ആരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ താമസിപ്പിക്കാൻ ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധമായിട്ടുള്ള ഈ ബൈത്തിൻ്റെ അടുക്കൽ. റബ്ബന ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം. പടച്ചവനെ, നിന്റെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഗേഹത്തിൻ്റെ അടുക്കൽ നമസ്കാരം നിലനിർത്തുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ടാവണം. അതിനൊക്കെ പറയാൻ പറ്റിയതെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു വെച്ചു. എന്തിനാ? നിസ്കരിക്കുന്ന ആളുണ്ടാവണമെങ്കിൽ എന്തു വേണം? നമസ്കരിപ്പിക്കുന്ന ഒരാളുണ്ടാവണം. ആ നമസ്കരിക്കുന്ന ആളെ, നമസ്കാരം പഠിപ്പിക്കുന്ന ആളെ നീ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ദ്വാരുന്നു. റബ്ബന ബഅസ് ഫീഹിം റസൂല, ഒരു റസൂലിനെ പടച്ചോനെ നീ ഇവിടെ കൊടുക്കണം. ആ റസൂലിനാൽ ലോകത്തെ മുഴുവനും പ്രകാശപൂരിതമാക്കണം. ആ പരിശുദ്ധ റസൂലിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള അതിനേക്കാൾ വലുതൊന്നും ഞാൻ സത്യത്തിൽ മക്കയിൽ കാണുന്നില്ല. അത്രമേൽ വിശുദ്ധമായ വിശുദ്ധ ഭൂമിയിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക. ചെല്ലുമ്പോൾ ഒരുപാട് ആലോചിക്കണം. എനിക്ക് തോന്നുന്നു അവിടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിക്കണം. ഈ മലമടക്കുകൾ പറഞ്ഞു തരുന്ന വേദനാ നിർഭരമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. 13 കൊല്ലക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞതിൻ്റെ പേരിൽ അതിനു മുമ്പേ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവർ മുഴുവനും ഭീകരമായി മർദ്ദിച്ചിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നടക്കണം. ആ കഅബയുടെ മുറ്റത്ത്, ആ കഅബയുടെ കില്ലയിലേക്ക് ചേർത്ത് വച്ച് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ഇങ്ങനെ തീക്കൊള്ളികൾ കുത്തിയ നേരത്ത് ആ തീപ്പൊള്ളലേറ്റിട്ട് അവിടെ നിന്നിങ്ങനെ ഒലിക്കുന്ന ചലം കണ്ടിട്ടാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, അല്ലാഹുവേ, എന്തൊരു വല്ലാത്ത ക്ഷമയോടെയാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മാർ നിൽക്കുന്നത്. നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞ നേരത്ത് നീ ആ അഗ്നികുണ്ഡത്തോട് പറഞ്ഞ വർത്തമാനം ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു. റബ്ബേ, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശാന്തമാകുന്ന ഒരു തണലായി, ഒരു തണുപ്പായി അല്ലാഹുവേ ഈ അഗ്നികുണ്ഡത്തെ മാറ്റണമെന്ന് അല്ലാഹ് പറഞ്ഞ ആ രംഗം അങ്ങനെ ആക്കുന്ന രീതിയിൽ പടച്ചവനെ ഈ ഒരു അവസ്ഥയിൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ആക്കണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക അങ്ങനെ കാണുമ്പോൾ ചിന്തിക്കണം, അഷ്റഫുൽ ഖൽഖ് വിതുമ്പിയ നാടാണ്. മക്കയിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിങ്ങനെ വിചാരിക്കണം, ആ കഅബയുടെ മുറ്റത്ത് സുജൂദിൽ കിടക്കുമ്പോൾ കൊണ്ടുവന്നിട്ട മാലിന്യങ്ങളെ മാറ്റാൻ കഴിയാതെ സ്വഹാബാക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിറ്റപ്പുലിയെപ്പോലെ ഒരു പെൺകുട്ടി ഓടി വന്ന് വാപ്പയുടെ ശരീരത്തിൽ നിന്ന് അതൊക്കെ മാറ്റിയെടുക്കുന്ന രംഗം ഓർക്കണം. അന്ന് ആ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനെ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം എന്ന് വള്ളത്തോൾ നാരായണ മേനോൻ പാടുന്നതുകൂടി ആലോചിക്കണം. അത്രമേൽ ഭീകരമായ പീഡനങ്ങളുടെ കാലത്തെ നമ്മൾ ചിന്തിക്കണം. ഞാൻ മുസ്ലിമായത് എൻ്റെ ഹബീബ് കൊണ്ട പീഡനമാണ്. ഞാൻ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിയത് എൻ്റെ ഹബീബും അവിടുത്തെ സ്വഹാബാക്കളും അനുഭവിച്ച ക്രൂരപീഡനങ്ങളാണ്. തായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശരീരമാസകലം ചെളിപുരണ്ട് വന്നിട്ട് ഇങ്ങനെ തളർന്നു വരുന്ന റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒറ്റ ഒരു പെൺകുട്ടിയുണ്ട്, സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീവിയെ ശരിക്കും പറഞ്ഞ ഉമ്മു അബീഹ എന്ന് പറയാറുണ്ട്. അഷ്റഫുൽ ഖൽഖിൻ്റെ വാപ്പാന്ന്, മകളെ ഉമ്മാന്ന്, മകളെ ഉമ്മാന്ന് വിളിക്കാം. ഉമ്മു അബീഹാന്ന്, വാപ്പയെ ഒരു ഉമ്മയെപ്പോലെ പോറ്റുന്ന വിധം
അത്രമേൽ ശ്രദ്ധയോടെ നോക്കിയ ഒരു പെൺകുട്ടിക്ക് ഉമ്മു അബീഹ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. പിടിച്ചിരുത്തി ചളി പോക്കുവാനായി വാപ്പാനങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന നേരത്ത് താതൻ്റെ ഗാത്രത്തിൽ ആപതിച്ചു കുമാരിയാൽ തൻ ചുടുകണ്ണുനീരും. വാപ്പാടെ ശരീരത്തിൽ മകളുടെ കണ്ണുനീരിങ്ങനെ ഒഴുകിയപ്പോൾ മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു സുശാന്തശീലൻ. ശാന്തശീലനായ അഷ്റഫുൽ ഹൽക്ക് മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ വാപ്പയെ നിൻ്റെ അച്ഛനെ കാത്തരുളാതിരിക്കില്ല അള്ളാഹു പാരിൽ കരയായിക മോളെ, നിൻ്റെ വാപ്പാനെ അള്ളാഹു കാക്കും, നീ കരയരുത് എന്ന് ഫാത്തിമയെ ഉപദേശിച്ച രംഗം. മുഅ്മിനീങ്ങളെ, ഹബീബിനെ ഓർക്കാതെ മക്കയിലേക്ക് പോകരുത്. മക്ക കാണുമ്പോൾ ഓർക്കണം എത്ര ത്യാഗമാണ്. ഹിറയിലേക്ക് ഇങ്ങനെ നടന്നുപോയ അഷ്റഫുൽ ഹൽക്കിനേക്കാൾ കൂടുതൽ ഓരോ വഖത്തിലും ഹബീബിന് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ പോയ ഒരു മഹിളാമണിയെയും കൂടി ഓർക്കണം. ഖദീജ, സയ്യിദത്തുന ഖദീജ. മുഹമ്മദ് ദരിദ്രനാണെന്ന് വിളിച്ചു പറയുന്ന നേരത്ത് മുഹമ്മദ് ദരിദ്രനല്ല, ഇന്നു മുതൽ സമ്പന്നനാണെന്ന് പറയാൻ തൻ്റെ സമ്പത്ത് എഴുതി കൊടുത്ത പെണ്ണിൻ്റെ പേര് ഖദീജ റളിയല്ലാഹു അൻഹ. മനസ്സ് വിതുമ്പിയിട്ട് ആലോചിക്കണം. മക്ക നമ്മുടെ എല്ലാത്തിൻ്റെയും, ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മക്ക. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ തലകുനിച്ച, മനുഷ്യൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത ആദ്യത്തെ ഗേഹം ഇരിക്കുന്ന നാടാണ് മക്ക. ആ കറുത്ത കില്ല കാണുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരമാണ്. പക്ഷേ അതിലേക്ക് പോകുന്ന ഓരോ നേരവും ഇങ്ങനെയും കൂടി ആലോചിക്കണം. ഈ വഴിയെ നടന്നു പോയ പാദപതനങ്ങളിൽ എപ്പോഴും ചോരയിറ്റു വീഴുന്ന വിധം വല്ലാത്ത ഭീകരമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും നെഞ്ചു വിതുമ്പി നിന്നിരുന്നപ്പോഴും ഒന്ന് മോനെ, ഞാനും കൂടി പോയാൽ പിന്നെ നിന്നെ സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ, പിന്നെ നീ ഈ ദൗത്യവുമായി പോയാൽ ആരാണ് നിൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ പിതൃവ്യ ഈ കയ്യിൽ സൂര്യനെയും ഈ കയ്യിൽ ചന്ദ്രനെയും വച്ചുത, എന്നാൽ പോലും ഞാൻ എൻ്റെ ഈ ദൗത്യം മാറ്റൂല എന്ന് പറഞ്ഞ സയ്യിദുന മുഹമ്മദിനെ ഓർക്കുക. അങ്ങനെ ഓർക്കുക. ആ മനോഭാവത്തോടു കൂടെയല്ലാതെ നിങ്ങൾക്ക് മക്ക കാണാൻ വിധിയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആർക്കാണ്. കാരണം അഷ്റഫുൽ ഖൽക്കിനെ ഓർക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്കുള്ള യാത്രയിൽ അങ്ങനെയാകണം നിങ്ങൾക്ക് മക്കയിലെ പരിശുദ്ധമായ കഅബത്ത് ഷരീഫ കാണാൻ പോകേണ്ടത്. അങ്ങോട്ട് കടക്കുമ്പോഴും അങ്ങനെ വേണം. അവിടെ ചെന്നിങ്ങനെ കണ്ടാൽ നിറഞ്ഞ കണ്ണോടെ ദുആർക്കുമ്പോൾ എല്ലാ ദുആയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ദുആ എന്നറിയോ? നമ്മൾ സാധാരണ ദുആ ഇങ്ങനെ കാണാതെ പഠിച്ച് ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടോ. ഹജ്ജായാലും ഉംറയായാലും ആകട്ടെ, നിങ്ങൾക്ക് നമസ്കാരത്തിന് ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അല്ലേ? സൂറത്തുൽ ഫാത്തിഹ നന്നായി പഠിക്കണം. ഫാത്തിഹ ഓതുന്നോടത്ത് തെറ്റിയാൽ തന്നെ നമസ്കാരം ശരിയാവില്ല. ഫാത്തിഹ ഓതുന്നോടത്ത് തെറ്റിയാൽ നമ്മളൊക്കെ വിചാരിക്കാറുള്ളത് അതൊക്കെ ഇപ്പോൾ ഉസ്താദുമാർ ഓതി പഠിച്ചാൽ പോരെ, നമ്മളാ പണിക്ക് പോകണ്ടെന്നാണ്. ഞാൻ പറയുന്നു, ഫാത്തിഹ നിർബന്ധമായും ഒരക്ഷരം പോലും തെറ്റാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും അള്ളാഹു അവൻ്റെ ദീൻ അനുവാദം തന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നിട്ടില്ല. എന്താ കാരണം? ഒന്നെങ്കിൽ മദ്രസയിൽ പഠിക്കാൻ, അല്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കാൻ എമ്പാടും സൗകര്യമുള്ള മുസ്ലിങ്ങളാണ് നമ്മളെല്ലാവരും. അത് വലിയ ഭാഗ്യമാണ്, അള്ളാഹു തന്ന സൗഭാഗ്യമാണ്. ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയാൽ ഇത് കാണണമെന്നില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട ദ്വീപിൽ പോയി നിന്നാൽ ഒരു മോമിനായ മനുഷ്യന് ഇതൊന്നും പഠിക്കാൻ കഴിയില്ല. അള്ളാഹു തന്ന വലിയ സൗഭാഗ്യമാണ്. ആ വലിയ സൗഭാഗ്യത്തിൽ നമുക്ക് നമസ്കരിക്കുന്ന നേരത്ത് നമ്മുടെ ഫാത്തിഹ നേരെയാകണം. ഒരു ഐന് തെറ്റാൻ പാടില്ല, ഒരു ഖൈന് തെറ്റാൻ പാടില്ല, ഒരു സ്വാദ് തെറ്റാൻ പാടില്ല. നമ്മൾ ഉറങ്ങാണോ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തെറ്റാൻ പാടില്ല, നിർബന്ധമാണ്. അത് തെറ്റുമെങ്കിൽ അത് തിരുത്തണം. അപ്പം നമ്മൾ സാധാരണ, ഞാൻ ഇപ്പോൾ ഒരിക്കലും ഒരു സഹോദരനോട് ചോദിച്ചു, നിങ്ങളൊന്ന് അതായത് എന്തിനാ ഖുർആൻ ഇങ്ങനെ തജ്വീദൊക്കെ പഠിപ്പിച്ച് ഇത്ര സമയം കളഞ്ഞ എന്തിനാന്ന് ചോദിച്ചൊരു ഒരാൾ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഓരോന്ന് അള്ളാഹു അക്ബർ എന്നൊന്നും പറയാൻ പറഞ്ഞു. അള്ളാഹു അക്ബർ നമ്മൾ വലിയ കാര്യമായി പറഞ്ഞ സംഭവമല്ലോ, അള്ളാഹു അക്ബർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. അള്ളാഹു അക്ബർ. ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഒരു തെറ്റി, അവിടെ നിന്ന് മുതൽ തെറ്റി. കാരണം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് എങ്ങനെയാണോ പറയാൻ പറ്റുന്നത്,
അത് ജലാലത്തിൻ്റെ ഇസ്മായതുകൊണ്ടൊന്ന് തഫ്ഹീം ചെയ്യാന്ന് പറയും. ഒന്നൊന്ന് വണ്ണപ്പെടുത്തിയിട്ട് പറയുമ്പോഴാണ് അല്ലാഹു അക്ബർ എന്ന് വരുന്നത്. ഞാൻ ആ ക്ലാസ് എടുക്കാനല്ല, പക്ഷേ ഞാൻ സാന്ദർഭികമായി പറയാം. അല്ലാഹു അക്ബർ. നമ്മളെത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റീന്ന്. അല്ലാന്ന് നാവെങ്ങാനും പുറത്തു വരുന്ന വിധത്തിലാണ് നമ്മൾ അല്ലാ എന്ന് പറയണമെങ്കിൽ തെറ്റി. അല്ലാഹ് എന്ന് പറയണം. കേട്ടറിയാൻ പറ്റും. നമുക്ക് കേട്ടറിയാം ഇയാൾ പറഞ്ഞത് അല്ലാഹ് എന്നാണോ അല്ലാ എന്നാണോ എന്ന് ശരിക്കറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? ഇതൊക്കെ നമസ്കാരത്തിൽ നിർബന്ധമായിട്ട് പഠിക്കണം. അത്തഹിയാത്ത് ശരിയാവണം, നിർബന്ധമാണ്. ഹജ്ജിന് പോകുന്ന ഒരാളോട് ഇന്ന ദുആ ഇങ്ങനെ പഠിച്ചേ പോകാവൂ എന്ന് നിർബന്ധിച്ചിട്ടില്ല എന്നർത്ഥം. നമ്മളിങ്ങനെ വല്ലാതെ ബേജാറാവും. പഠിച്ചോനെ ആ ദുആ കിട്ടിയില്ലല്ലോ, ഈ ദുആ കിട്ടിയില്ലല്ലോ, അവിടെ കിടന്ന് ഇങ്ങനെ മറിയാൻ. ഒറ്റ ദുആങ്ങളും ശരിക്കും പഠിച്ചാൽ മതി. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ഓരോന്നിനും ഓരോ ദുആ പ്രത്യേകം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതിലേറ്റവും സമഗ്രമായ പ്രാർത്ഥന മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും സമഗ്രമായ പ്രാർത്ഥന ഇതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ഖുർആൻ തന്നെ പറഞ്ഞതും അതാണ്. ഹജ്ജൊക്കെ കഴിഞ്ഞാൽ ഓരോ ആളുകൾ ദുആ ചെയ്യുന്നിടത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ആ ദുആയിലു തന്നെയും ഏറ്റവും നല്ല ദുആ എന്ന് പറയുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ള ദുആയാണ്. അങ്ങനെ ദുആർക്കാൻ പഠിക്കലാണ്, അങ്ങനെ ദുആർക്കണം എന്നാണ് മഹാനായ സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നത്. ചില ആളുകൾ റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന് മാത്രം പറഞ്ഞാൽ ദുനിയാവ് മാത്രം ഉണ്ടാവും, അയാൾക്ക് ആഖിറത്തിൽ യാതൊരു ഫലവും കിട്ടൂല. പിന്നെ എന്താ വേണ്ടത്? രണ്ടും വേണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന് പറയാൻ പറ്റണം. അപ്പോൾ ആ ദുആ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ ഈ പരിശുദ്ധമായ ഈ ഭിത്തി കാണുമ്പോൾ, ആ കറുത്ത ഭിത്തി കാണുമ്പോൾ കണ്ണു നിറഞ്ഞു ദ്വാർക്ക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന് ദുആ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ഇഹ്റാമൊക്കെ ചെയ്തിങ്ങനെ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് പോയി ചിലപ്പോൾ ആദ്യം ചെയ്യുന്നത് ഉംറയാകും. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യണം. ഇഹ്റാം എന്ന് പറയുന്ന അവസ്ഥയെ തന്നെ ചിന്തിച്ചോളൂ. ഇഹ്റാം ഞാനൊന്നുമല്ലെന്ന് നമ്മൾ സ്വയമേവ പറയുന്ന ഒരു കാര്യമാണ്. കാരണം രണ്ട് തുണിയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ഈ ഇന്നർ വെയറുകളൊക്കെ മാറ്റാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ല, രണ്ട് തുണി. ഈ ഭൂമിയിലെ സകല പ്രതാപങ്ങളെയും ഈ 2 തുണി കൊണ്ട് നിന്നെ പഠിപ്പിച്ചു തരികയാണ്. ഈ പ്രതാപങ്ങളെ എല്ലാത്തിനെയും നീ മാറ്റിവെച്ചോളൂ. നീ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടിമയായി അങ്ങനെ ഇഹ്റാം ചെയ്യണം. പിന്നെ ഒരു സുഗന്ധലേപനങ്ങളില്ല, പിന്നെ ഒരു വർത്താനില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് പൂർത്തീകരിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങനെ തൽബിയത്തിലാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഒരു വർത്താനവും പാടില്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒറ്റ ചോദ്യമുള്ളൂ. പടച്ചവനെ, നിന്റെ ചോദ്യത്തിന് ഞാനിതാ ഉത്തരം തന്നു, ലബ്ബൈക്. 2 വട്ടം ഉത്തരം തന്നു എന്നാണ്. ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്കൊരു കൂട്ടുകാരനില്ലാത്ത വിധം അല്ലാഹുവേ, പരമാധികാരത്തിൻ്റെയും ഈ മുഴുവൻ ഈ അഖിലാണ്ടങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹുവേ, സമ്മതിച്ചിരിക്കുന്നു നിന്നെ, അതുകൊണ്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നതാണ് ആ ഇഹ്റാം. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എവിടെ വരെ ചെല്ലണം? ആ പരിശുദ്ധമായ കഅബ കാണുമ്പോൾ ദുആ ചെയ്ത് പിന്നെ ആ മത്താഫിലേക്ക് ഇറങ്ങിയ സമയം വരെയും നമ്മുടെ പണി ഈ പറയുന്ന പണിയാണ്. എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അവിടെ അത് കഴിഞ്ഞു. അവിടെ അത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ, കാരണം ഉംറയാണെങ്കിൽ ഉംറക്ക് സയ്യും കൂടി ഉണ്ടാകും എന്നതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ അവരുടെ പിന്നെ മേലിലിട്ടിരുന്ന ആ വസ്ത്രമെടുത്ത് ഇങ്ങനെ ഒരു പൂണൂല് പോലെ ആക്കി മാറ്റണം. അതിനാണ് ഇൽത്തിബാ എന്ന് പറയാറുണ്ട്. ഇൽത്തിബാ
അല്ലേ? നമ്മളൊക്കെ ചെയ്യാറുള്ള പണിയാണ് ഇൽത്തിബാ സാധാരണ ചെയ്തിട്ട് പിന്നെ സഴിയിലും ഇൽത്തിബാ ഉണ്ട്. അപ്പം അതിന് പ്രത്യേകം ചെയ്യേണ്ടതും ഓർക്കേണ്ടതുമായ കാര്യം ഈ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ. തവാഫ് ചെയ്യുമ്പോൾ ഒരു 3 തവണ ഒന്നിങ്ങനെ ഒന്ന് തൊങ്ങി നടക്കണം എന്നാണ്. പക്ഷേ ഈ തൊങ്ങി നടക്കാനൊക്കെ അവിടെ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, സ്ഥലം ഉണ്ടാവുമെന്ന് അറിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. പലതും ചിലതിനെ നമ്മൾ കാണേണ്ടത് അത് സുന്നത്താണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഹറാമ് ചെയ്യാൻ പ്രേരകമാവരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ചെല്ലുമ്പോൾ ഹജറുൽ അസ്വദ് മുത്തിയിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി പോയാൽ പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ അടിപിടിയാവും. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതും ഹറാമായ ഒരു രീതിയിലേക്കും അത് പോകാൻ പാടില്ല. മറിച്ച് അല്ലാത്തൊരു സൗകര്യത്തിൽ നമുക്കത് കിട്ടുമെങ്കിൽ വലിയ സൗഭാഗ്യമാണ്, സംശയമില്ല. ചിലപ്പോൾ സഹോദരിമാരൊക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് ഇടിച്ചു മാറിയിട്ടൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും നല്ലത് പോകാതിരിക്കലാണ്. ഒരുപക്ഷെ എല്ലാവരും ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അതിനേക്കാളും നല്ലത് പോകാതിരിക്കലാണ്. മറിച്ച് അല്ലാത്ത സൗകര്യത്തിൽ ആ പരിശുദ്ധമായിട്ടുള്ള ആ കല്ല് ചുംബിക്കണം. ആ കല്ല് ചുംബിച്ചപ്പോഴും സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കല്ലാണ്, പക്ഷേ എൻ്റെ ഹബീബിൻ്റെ ചുണ്ടു പതിഞ്ഞോടത്താണ്. എൻ്റെ ഹബീബിൻ്റെ ചുണ്ടു പതിഞ്ഞത്. മനസ്സിൽ അങ്ങനൊരു വിചാരം ഉണ്ടാകണം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികാരണക്കാരനായ മുഹമ്മദ് മുസ്തഫയുടെ ചുണ്ടു പതിഞ്ഞതാണ് ആ കല്ല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ ചുണ്ടുപതിഞ്ഞ, മഹാരഥന്മാരുടെ ചുണ്ടുപതിഞ്ഞ ആ പരിശുദ്ധമായിട്ടുള്ള കല്ലിലൊന്ന് ചുംബിക്കണം. അപ്പോഴൊക്കെ മനസ്സിലൊറ്റ വിചാരം ഉണ്ടാവും പാടുള്ളൂ. ഈ വിചാരത്തോടെ നടക്കണം. നിങ്ങൾ തവാഫ് ചെയ്യുമ്പോഴും കൂടി ആലോചിക്കണം. തവാഫ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരേണ്ട ഒന്നാണ് അല്ലേ? നമ്മുടെ സമയം എങ്ങനെയാണ് പോകാറുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? സമയം എങ്ങോട്ടാ പോകാറുള്ളത് അല്ലേ? സമയം എങ്ങോട്ടല്ലേ പോകണേ? നമ്മൾ എങ്ങോട്ടാ കറങ്ങണേ? ഇങ്ങനെ കറങ്ങണേ. അപ്പോൾ അതിന് സാധാരണ ഇംഗ്ലീഷിൽ പറയാം ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ്. ഇതാണ് ക്ലോക്ക് വൈസ്. ഇതെന്താ? ആൻറ്റി ക്ലോക്ക് വൈസ്. എന്താ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കാലത്തോട് യാത്ര ചെയ്യാണ്, കാലത്തിലേക്ക് യാത്ര ചെയ്യാണ്. എവിടെയാ കാലത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവുക? അഷ്റഫുൽ ഖൽഖ് ഉണ്ട് അല്ലേ? അതിന് മുന്നേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ട്, ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്ന ഈ വഴിയോരങ്ങളിൽ അള്ളാഹുവേ, ഈ മഹാന്മാരൊക്കെ നടന്ന വഴിയിലേക്ക് ഞാൻ കാലത്തെ ഇങ്ങനെ തിരിച്ചു നടന്നുകൊണ്ട് അവരുടെ പിന്നാലെ കൂടാൻ പോകാണ് എന്ന് പറയാതെ ഒരാൾക്കും തവാഫ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അങ്ങനെയാണ് തവാഫ്. അത് ശരിക്ക് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കൊണ്ട് ഞാൻ പറയാട്ടോ. അതായത് ശരിക്ക് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഇതാണ്. മഹാന്മാരായ ആളുകളെ ബഹുമാനിച്ച് അവരുടെ പിന്നാലെ തുടരാതെ ഒരാൾക്ക് നല്ല മുസ്ലിമാകാൻ പറ്റില്ല. ഹജ്ജ് പറഞ്ഞു തരുന്നത് അതാണ്, ഉംറ പറഞ്ഞു തരുന്നത് അതാണ്. നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾ അവിടെ ഓർക്കേണ്ടത്, നോക്കൂ, ആ പരിശുദ്ധ തവാഫിൻ്റെ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്, ഞങ്ങളിങ്ങനെ കാലത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലാഹുവേ, ഇതിനു മുമ്പേ നടന്നുപോയ ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളും ചേരാണ്. ആ ചേർച്ചയിൽ പ്രവാചകന്മാരുണ്ട്, മഹിളാമണികളായ മഹദികളുണ്ട്. അങ്ങനെ മഹാരഥന്മാരുടെ ഒക്കെ ചരിത്രത്തെ ഓർക്കുന്ന രീതിയിലാണ് നമ്മൾ ആ പരിശുദ്ധമായ തവാഫ് പൂർത്തീകരിക്കുന്നത്. അവിടുത്തെ ആത്മാവ് അതാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും ഖുർആൻ പറഞ്ഞു കൊടുത്തത് മഹാന്മാരുടെ പാത പിന്തുടരാനല്ലേ? അല്ലേ? ഉലായിക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹും ഇഖ്തദി. പ്രവാചകന്മാർ, പരിശുദ്ധരായ പ്രവാചകന്മാരെല്ലാവരും, നബിയെ അവരെല്ലാവരെയും അള്ളാഹു ഹിദായത്ത് കൊടുത്ത ആളുകളാണ്. ഫബിഹുദാഹും ഇഖ്തദി. അവരുടെ സന്മാർഗത്തിൻ്റെ വഴിയുടെ പിന്നാലെ പോകണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ ഈ ഒരു പണിയാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. തലകുനിച്ചിങ്ങനെ ഈ മഹാപ്രതാപിയായ പടച്ചതമ്പുരാൻ്റെ ദർബാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കണം, ഞാൻ ഒറ്റക്ക് നടക്കുകയല്ലല്ലോ, എൻ്റെ കൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെന്ന പോലെ എനിക്ക് മുമ്പേ നടന്നുപോയ മഹാരഥന്മാരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണിലാണല്ലോ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന ചിന്തയാകണം ഒരു മുഅ്മിൻ്റെ തവാഫിൻ്റെ വേളയിൽ അവനുണ്ടാവേണ്ടത്. അതുണ്ടാവണം. അങ്ങനത്തെ ഒരു അദബുണ്ടാവണം. അവിടെയാണ് കാരണം രാജപ്രതാപിയായ പടച്ച റബ്ബിൻ്റെ ഗേഹം, ആ പരിശുദ്ധമായ ആ ഗേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ തവാഫിന് വേണ്ടി ചെന്ന് നിൽക്കുന്നത്. ചോദ്യോത്തരമൊക്കെ അവിടെ തന്നെയാണ്. റബ്ബി ഗഫിർലി വർഹം, ഇങ്ങനെ ദ്വാരക്ക, അല്ലാഹുമ്മ പടച്ചവനെ എനിക്ക് പുറത്തുതാ, നീ എനിക്ക് കരുണ ചെയ്തു തരാ. അല്ലാഹുവേ വതജാവസ്,
എല്ലാ തരത്തിലുള്ള എൻ്റെ എല്ലാ വീഴ്ചയും നീ അങ്ങ് വിട്ടു പുറത്തു മാപ്പാക്കിത്ത. അല്ലാഹുമ്മ അൻതൽ അഅസ്സുൽ അക്രം, നീ എല്ലാത്തിലും വലിയ, നീ എല്ലാത്തിലും ബഹുമാന്യനായ പടച്ചോനല്ലേ, ഞാനെന്ന നിന്റെ മുമ്പിലേക്ക് വന്ന അതിഥിയെ നീ സ്വീകരിക്കൂലേ എന്ന മനസ്സോടെ ഇങ്ങനെ കറങ്ങുക. ആ തവാഫ് അപ്പം അതെന്തൊരു മനോഹരമായിട്ടുള്ള ഒരു കറക്കായിരിക്കും. 7 തവണ അങ്ങനെ തവാഫ് പൂർത്തീകരിക്കുക. അപ്പോഴൊക്കെ മനസ്സിങ്ങനെ വിതുമ്പ, അവിടെ ഒരു ഇബ്രാഹിം, അവിടെ ഒരു ഇസ്മായിൽ, അവിടെ ഒരു ഹാജർ. ഓർമ്മകൾ ഇങ്ങനെ പോകട്ടെ, ഓർമ്മകൾ അങ്ങോട്ട് പോകട്ടെ. ഒരിക്കൽ അവിടെ ചെന്ന് നിന്നിട്ട് ആ കഅബാലയം പണിയുന്ന നേരം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കൂടിയാണ് അതിൻ്റെ ആ ഖവായിദുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എടുപ്പുകൾ ഇങ്ങനെ ഉയർത്താൻ. എന്നിട്ട് അവരുടെ ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ ഇതൊന്ന് സ്വീകരിക്കണേ, ഞാനിപ്പോൾ ഒരു ഹാജിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ടാന്ന് ചിന്തിക്കണോടത്തല്ല ഇബ്രാഹിം നബി റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കങ്ങൾ അനുസരിച്ച് നോക്കിയേ. അതായത് എൻ്റെ അടുക്കൽ നിന്ന് എന്ത് വന്നോ എന്ത് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല, എന്നെ ഒന്ന് സ്വീകരിച്ചാൽ മതി. നമ്മളിങ്ങനെ ദ്വാരക്കൂലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തന വ സിയാമന വ ഖിയാമന വ ഖുഊദന എന്നൊക്കെ. ഞാൻ പറയുന്നു അതൊന്നും ദ്വാരക്കണ്ടെന്ന്. അതിപ്പോൾ ഇങ്ങനെ ഉസ്താദുമാർക്കൊരു പ്രാസൊപ്പിക്കണ പണിയാൻ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നിസ്കാരം മാത്രം സ്വീകരിച്ചാൽ മതിയോ, എൻ്റെ നോമ്പ് മാത്രം സ്വീകരിച്ചാൽ മതിയോ, എൻ്റെ റുക്കൂഴ് മാത്രം സ്വീകരിച്ചാൽ മതിയോ, അങ്ങനെ നമ്മൾ ഒതുക്കി കൊടുക്കുന്ന ചിലത് മാത്രം സ്വീകരിച്ചാൽ മതിയോ? ഒന്നുമല്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തു, പക്ഷെ പടച്ചോനെ നീ സ്വീകരിച്ചാലല്ലാതെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ആണ് ദുആ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മറ്റേത് നിങ്ങൾ പറയണത് മാത്രമേ പടച്ചോൻ കേൾക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ഇബ്രാഹിം നബി എങ്ങനെയാണ് ദ്വാരുന്നത്? പടച്ചോനെ ഞാനിതായി കഅബ പണിതു, ഈ കഅബ പണിത പണിയെ നീ സ്വീകരിക്കണേന്നല്ല, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചേക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ ഇതൊക്കെ കണ്ടു, നീയൊക്കെ അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്. അതുകൊണ്ട് റബ്ബേ നീ ഇത് സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിങ്ങളാക്കണേ. ഒരു വാപ്പായും മോനും അവിടെ നിന്ന് ദ്വാരുന്നിട്ടുണ്ട്. വാപ്പ ദ്വാക്കുന്നു, മോൻ ആമീൻ പറയുന്നു. ആ പണി അവിടെ നടന്നിട്ടുണ്ട്. അതപ്പോൾ നമ്മളൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ ചെയ്ത ഒരു പണിയും തെറ്റൊന്നുമല്ല. ചില ആളുകൾ മനസ്സിലാക്കിയതല്ല ശരി. അവിടെ ദ്വാരക്കുന്ന ആൾ ഇബ്രാഹിം നബിയാണ്. റബ്ബന വജഅൽന മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്ന 2 മുസ്ലിങ്ങളാക്കി മാറ്റണം. 2 പേരാരാ? ഒന്ന് ഇബ്രാഹിം, മറ്റൊന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം. ആ 2 പേരുടെ പ്രാർത്ഥനയും ഒരാളുടെ ദുആ ആണ്, പക്ഷെ 2 പേരുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ഒരാൾ ദ്വാരക്കുമ്പോൾ എല്ലാവരും കൂടി ആമീൻ പറഞ്ഞാൽ ആമീൻ പറയുന്നവരും ദ്വാരക്കാണ്, അതാണ് അതിനർത്ഥം. അതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവേ വജഅൽനാ വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹമാക്കി ഞങ്ങൾക്ക് ശേഷം വരുന്ന ഒരു വലിയ ഒരു സമൂഹത്തെ, സന്താന പരമ്പരയെ നീ അങ്ങനെ ആക്കിത്തരണേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരക്കാൻ. ആ ദുആഇനു വേണ്ടി, ആ എടുപ്പുണ്ടാക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥലം അങ്ങനെ ഒരു കല്ല്, ആ കല്ല് ഇങ്ങനെ വച്ചിട്ട് ഒരു ലിഫ്റ്റ് പോലെയാണ് ആ പണിയൊക്കെ നടത്തിയതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ആ കല്ലാണ് ശരിക്കും മഖാമു ഇബ്രാഹിം. അതൊരു അത്ഭുതമാണെന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവിടെ ഈ കോടിക്കണക്കിന് മനുഷ്യരിങ്ങനെ നിരന്തരം വരുമ്പോൾ ബില്യൺ 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 കണക്കിനിങ്ങനെ ലോകമാകെ പോകുന്ന വെള്ളം, ഒരിക്കൽ പോലും പറ്റാത്ത തീർത്ഥം, ആ പരിശുദ്ധമായിട്ടുള്ള തീർത്ഥം ഒരു കുഞ്ഞിങ്ങനെ കാൽട്ടടിക്കുന്ന നേരത്ത് 2 മഹാമലകൾക്കിടയിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടിപ്പോകാണ്. പടച്ചവനെ, എവിടെയെങ്കിലും ഒരു ശുദ്ധജലത്തിൻ്റെ തെളിനീരിൻ്റെ അടയാളം വല്ലയിടത്തും കിട്ടുമോ?
ഏതെങ്കിലും കിളികൾ പറന്നു പോകുന്ന ഭാഗത്തെ ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ഒരു ജലത്തിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം കാണുമോ? നിങ്ങൾ ആ ഉമ്മയെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. ആരില്ലാത്ത ആ സ്ഥലത്ത് ഒരു കിളി പറഞ്ഞാൽ മിക്കവാറും അത് എവിടെയെങ്കിലും ഒരു അല്പം ജലമുള്ള സ്ഥലമുണ്ടാകണം എന്നതിൻ്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് ആ രണ്ട് മലയുടെയും മുകളിലേക്ക് ആ മഹിളാമണി കയറി നിന്നിട്ടിങ്ങനെ അവിടെ എല്ലാം അങ്ങനെ നടന്ന് ഓടി ആ ഓട്ടങ്ങനെ നടത്തിയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ തെരഞ്ഞു നോക്കിയിട്ട് എവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ വന്നിങ്ങനെ നിസ്സഹായിയായി നിൽക്കുന്ന നേരത്താണ്, വിശന്നും ദാഹിച്ചും ആ കുട്ടി ഇങ്ങനെ കാലിട്ടടിക്കുന്ന നേരത്ത് അവിടുന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനാകെയും ദാഹശമനമാക്കി കൊടുത്ത ഒന്നാണ് സംസം. ഹാജറ എങ്ങാനും സംസം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതൊരു വലിയ തടാകമായി പ്രളയമാകുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകളാണ് അല്ലേ, കോടിക്കണക്കിന് മനുഷ്യരുടെ ദാഹം തീർക്കുമ്പോഴും ആ വെള്ളം വറ്റുന്നില്ല. ബയ്യിനാത്തുൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്, ഒരുപാട് വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം. നമ്മൾ തവാഫ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണിയാണ് മഖാമു ഇബ്രാഹിമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് നിസ്കരിക്കുക. അതിനും മഖാമു ഇബ്രാഹിമിൻ്റെ അടുക്ക പോയി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തല്ലും ബഹളമൊന്നും ഉണ്ടാക്കേണ്ടതില്ല. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമു ഇബ്രാഹിമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ നമസ്കരിക്കുക. അപ്പോഴും ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖാമില്ലാതെ നിങ്ങൾക്ക് ആ നമസ്കാരം ശരിയാക്കാൻ പറ്റില്ലാത്ത വിധം ഇബ്രാഹിം നബിയിലേക്കും ഇസ്മായിൽ നബിയിലേക്കും ഹാജറ ബീവിയിലേക്കും ഒക്കെ നമ്മളിങ്ങനെ ഓർത്തു നടക്കാണ് യഥാർത്ഥത്തിൽ ആ ഹജ്ജിലും ഉംറയിലും ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളടക്കം അതാണ്. ഈ ഓർമ്മകളാണ്, ആത്മാവിനെ സംസ്കരിച്ച മഹാരഥന്മാരുടെ ഓർമ്മകളാണ്. ആ ഓർമ്മകളോടുള്ള ബഹുമാനമാണ്. ആ ആദരവോടുകൂടെ അല്ലാതെ നമുക്കൊരിക്കലും ഈ ഉംറയും ഹജ്ജൊന്നും പൂർത്തീകരിക്കാനേ പറ്റൂല. ഇനിയും അതല്ലേ, അതും കഴിയുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ, ഞാൻ സ്ത്രീകളെ പറഞ്ഞിട്ടില്ല കേട്ടോ, സ്ത്രീകളെ പറയാൻ നിങ്ങൾ ഇങ്ങനെ കൂടി ആലോചിച്ചാൽ മതി. ഈ മുഖവും അതുപോലെ തന്നെ മുൻകൈ ഒഴിച്ചുള്ള എല്ലാ ഭാഗവും മറച്ചിട്ട് പോകാം. ചില സ്ത്രീകൾ സഹോദരിമാർ അവിടെയൊക്കെ ചെന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ചില സ്ത്രീകളൊക്കെ കാലൊന്നും മറക്കാതെ പോകണ്ടാവും. നമ്മൾ അക്കോലത്തിൽ പോകാൻ പാടില്ല. അൽഹംദുലില്ലാ, കേരളത്തിലെ നമുക്കൊക്കെയുള്ള സൗഭാഗ്യം ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആലിമീങ്ങളും അതുപോലത്തെ അമീറന്മാരുണ്ട് എന്നതാണ്. പല അബദ്ധം ഉണ്ടാവും. തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ പാർശ്വം അത് ഖിബലയിലേക്ക് തന്നെ ആക്കിയിട്ട് നടക്കേണ്ട ഒന്നാണ്. ആ തവാഫിൻ്റെ ഇടയിലെങ്ങാനും വല്ല തിരക്കിലോ മറ്റോ ഇങ്ങനെ തിരിഞ്ഞു പോയാൽ തന്നെ ആ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങിയില്ലെങ്കിൽ ആ തൗഫത്ത് കിട്ടൂല. മനസ്സിലാക്കിക്കോളൂ കേട്ടോ, ആ തൗഫത്ത് കിട്ടൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് ഒരൊറ്റ തട്ട് കെട്ടിയിട്ട് തിരിഞ്ഞു പോകുകയാണെങ്കിൽ ആ തിരിഞ്ഞു പോയോടത്ത് നമ്മൾ പിന്നെ കുറേ എങ്ങനെയാണ് പോയിട്ടാണെങ്കിൽ ആ പോയോടത്ത് അത്രയും ഭാഗം ആ തവാഫ് കിട്ടൂല. അപ്പം എന്താ ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്നിങ്ങോട്ട് ബാക്കിലേക്ക് വന്നു നോക്കുക. പറ്റുമോയെന്നറിയാം. അത് വലിയ തിരക്കാണെങ്കിൽ അതിനു വേണ്ടി മെനക്കെടണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു തവാഫ്, ഒരു തൗഫത്ത് അഥവാ ഒരു കറക്കവും കൂടി കറങ്ങേണ്ടി വരും. 7 എണ്ണമാണ്, അതിൽ ഒരു കറക്കവും കൂടി കറങ്ങേണ്ടി വരും. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, അതായത് നമ്മൾ ഈ തവാഫൊക്കെ ചെയ്യുന്ന നേരത്ത് പോയി കഅബയുടെ കില്ലമ്മ പിടിക്കാനൊന്നും നോക്കരുത്. അതിനൊക്കെ വേറെ സമയം കാണാം. കാരണം തവാഫ് ചെയ്യുമ്പോൾ നിർബന്ധമായും കഅബയുടെ പുറത്തേ പാടുള്ളൂ എന്നാണ്. അപ്പോൾ കഅബയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എങ്ങാനും ആ കഅബയുടെ അടുത്തെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അന്നത്തെ കഅബയെ ഖുറൈശികൾ പിന്നെ പുതുക്കി പണിയുന്ന നേരത്ത് അവർക്ക് കാശ് കുറവായിരുന്നു. നമ്മുടെ പള്ളിയൊക്കെ പണിയാനാണെങ്കിൽ ആരെങ്കിലും പിടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ പള്ളി നമുക്ക് പണിയിപ്പിക്കും. അയാൾക്ക് എന്തെങ്കിലും ഹറാമായ മുതലുണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ കാര്യമായിട്ടൊന്നും ആലോചിക്കാറൊന്നുമില്ല. പക്ഷെ ആ ഖുറൈശികൾ അങ്ങനെയല്ലായിരുന്നു. ഖുറൈശികൾ ആലോചിച്ചു, ഇത് ഹറാമായ ഒരു മുതലും കൊണ്ടും പണിയാൻ പാടില്ല. അതുകൊണ്ട് അവർ ഖവായിദ് ഇബ്രാഹിമിൽ നിന്നൊരല്പം ഒന്ന് മാറ്റി. കാരണം അവർക്ക് ആ ചെലവ് കുറക്കാൻ വേണ്ടി കുറച്ചും കൂടി ഒന്ന് കയറ്റിയിട്ടാണ് അവർ കഅബ പണിതത്. പിന്നീട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമായിരുന്നു, നിന്റെ ആളുകളെങ്ങാനും ഇപ്പോൾ മുസ്ലിങ്ങളായി, ഇപ്പോൾ തൊട്ടടുത്ത കാലത്താണല്ലോ പലരും മുസ്ലിമായത്, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ പഴയ കഅബ അങ്ങനെ പണിയായിരുന്നു. പക്ഷേ അങ്ങനെ പണിയുമ്പോൾ മുഹമ്മദ് കഅബ വിളിച്ചു എന്ന് പറയൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം പിന്നീട് അത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അത് മാറ്റി പണിയാൻ ശ്രമിച്ചു. പിന്നെയും വീണ്ടും അത് അങ്ങനെ തന്നെ ആക്കി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ കഅബയുടെ ഖില്ലയിൽ പിടിക്കാൻ വേണ്ടി ചെന്നാൽ നമ്മുടെ കൈയുടെ ഒരു ഭാഗം കഅബയുടെ ഉള്ളിലാവും. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ലാത്ത വിധം തവാഫ് പൂർത്തീകരിക്കണം. തവാഫ് പൂർത്തീകരിക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്നർത്ഥം.
ശ്രദ്ധിക്കണം. ഇനി അത് മാത്രമല്ല, കഅബയുടെ കില്ലയിൽ പലപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവും. തൊട്ട ഇഹ്റാമിൻ്റെ സമയത്ത് അത് ഹറാമാവും. അപ്പോൾ അതുപോലും ചെയ്യാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ചായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. തവാഫ് കഴിഞ്ഞു, നമ്മൾ വന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തവാഫ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇങ്ങനെ മാറ്റിയിടാം, എന്നിട്ട് നിസ്കരിക്കാം. തവാഫ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സഈന് പോകുമ്പോൾ വീണ്ടും ഇതുപോലെ ആക്കാം. അങ്ങനെയാണ് ഷാഫി മദ്ഹബിലൊക്കെ ഉള്ള അഭിപ്രായം. അതായത് തവാഫ് കഴിഞ്ഞാൽ പിന്നെ ഇൽത്തിബാഗ് അഥവാ ഈ പൂണൂൽ സ്വഭാവത്തിലിട്ടത്, ഞാനിപ്പോൾ അതിന് ഒരു ഇത് കാണിക്കേണ്ടെന്ന് ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. സാധാരണ മിക്കവാറും എല്ലാവരും തന്നെ പോയവരുമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സാധാരണ ഇപ്പോൾ ഈ അറബികളൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മളെങ്ങാനും സഴിയിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ അവർ വലിച്ചു പറിക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് വിനയാന്വിതമായി പറയാം, ഇത് നമ്മുടെ ഒരു മദ്ഹബാണ്, വേറെ തർക്കത്തിനും പോണ്ട. നമ്മുടെ മദ്ഹബിൽ ഇങ്ങനെ തന്നെയാണ്. അഥവാ അസഹായ അഭിപ്രായ പ്രകാരം തവാഫ് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സഴിന് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഇടണം എന്നാണ്. അപ്പോഴും സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വേഷത്തിൽ തന്നെയാണ് അവരുടെ തവാഫ് നടക്കേണ്ടത്. പിന്നെ സഴിയിലേക്ക് വന്നാലും സഴി തുടങ്ങിയാലും സഫ മർവക്കിടയിൽ സഫ മുതൽ മർവ വരെ, മർവ മുതൽ സഫ വരെ, പിന്നെ സഫ മുതൽ മർവ വരെ, അങ്ങനെ പിന്നെ മർവയിൽ അവസാനിക്കുന്ന വിധത്തിലുള്ള 7 സഴികളാണ് നടക്കുക. 7 സഴികൾ. ആ 7 സഴിയിലും ഇതന്നെയാണ് ഓർക്കേണ്ടത്. ഒരു പെണ്ണ് ആർത്തനാദത്തോടു കൂടെ ഓടി തൻ്റെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടിയ നേരങ്ങളെക്കുറിച്ച് ഓർക്കണം. ആ ഓർമ്മകളിലാകണം. ഹജറയെ ഓർക്കാതെ ഒരു ഹജ്ജും ഹജ്ജാവൂല, ഒരു സഴിയും സഴിയാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെയൊക്കെ മുമ്പേ നടന്നുപോയ ഒരു കറുത്ത പെണ്ണിൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോകാതെ മുഅ്മിനായൊരു മനുഷ്യന് തൻ്റെ സഴിയെ പൂർത്തീകരിക്കാൻ പറ്റൂല. ഒരു കറുത്ത ഒരു അടിമ സ്ത്രീ ഓരോ മുഅ്മിൻ്റെയും ഹൃദയത്തിലേക്ക് ഓടി വരും. അവളുടെ പിടച്ചിൽ, മാതാവെന്ന നിലയിൽ അവളുടെ ആർത്തനാദം, അവളുടെ മനോവേദ, തൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ഒരല്പം ദാഹജലത്തിന് വേണ്ടിയുള്ള അവളുടെ പിടച്ചിൽ, അതെല്ലാം ഓർക്കാതെ ഈ സഫയും മർവയും നിങ്ങൾക്ക് ഇങ്ങനെ സഴി ചെയ്ത് തീർക്കാൻ പറ്റൂല. അവിടെ എല്ലാ കാര്യവും ഞാൻ പറയാല്ല കേട്ടോ, എന്നാലും പറയാണ്, സഫയുടെയും മർവയുടെ ഇടയിൽ ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും. പുരുഷന്മാരൊരു സഴി ചെയ്യണമെന്നാണ്. സഴി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നിലക്ക് ഓടണം. അവിടെ ഒന്നും PT ഉഷ ഓടണമാതിരി ഓടണ്ട, പെണ്ണുങ്ങളോട്ട് ഓടുകയും വേണ്ട. ചില പുരുഷന്മാരുടെ കൂടെ സ്ത്രീകൾ ഓടണ കാണാം. അതുകൊണ്ട് പറയാൻ വലിയ ഓട്ടമൊന്നും ഓടണ്ട. ചിലപ്പോൾ ഈ ഹൃദയ സംബന്ധമായ രോഗമുള്ള ആൾക്കാരും പ്രായമുള്ളവരൊക്കെയാണ്. അവരൊക്കെ സ്വാഭാവികമായി അതൊക്കെ ശ്രദ്ധിക്കണം. വലിയ മാരകമായ പരിക്ക് പറ്റുന്ന രീതിയിലൊന്നും അത് ചെയ്യണമെന്നില്ല. ഒരു സുന്നത്തിനെ കാണിക്കാൻ ഉള്ള രീതിയിലേക്ക് ഒന്ന് സ്പീഡിൽ, നടത്തത്തെ ഒന്നും കൂടി സ്പീഡാക്കുന്ന ഒരു ചെറിയ ഓട്ടം, അതാണ് ആ സഴി. അല്ലാതെ ഇങ്ങനെ ആളുകളെയൊക്കെ തട്ടി മാറ്റിയിട്ടുള്ള ഓടുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. എന്താ ഇതിൻ്റെയൊക്കെ കാരണം എന്നറിയോ? ഇവിടെ ഞാനിതൊക്കെ പറയുന്നതിൽ പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഓർമ്മകളുടെ അതഭാഗണം. എല്ലാത്തിലും ഒരു മര്യാദ ഉണ്ട്. മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഞാനൊരു അനധികൃതമായി തൊടുന്നതോ സ്പർശിക്കുന്നതോ തട്ടുന്നതോ അതൊക്കെയും എൻ്റെ ഈ പരിശുദ്ധമായ ഹജ്ജിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാകണം നമ്മുടെ യാത്രയിലെമ്പാടും വേണ്ടത്. ചിലരങ്ങോട്ട് ഓടും, അപ്പോൾ ആരൊക്കെ മേത്ത് കയറും, ചിലർ മറിഞ്ഞു വീഴും. അത് അപകടമാണ്. ഏതോ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ മനസ്സിലെങ്ങാനും അറിയാതെ എന്തെങ്കിലും ഒരു ദേഷ്യം പിടിച്ചു പോയാൽ അതോടെ ദുനിയാവും ആഖിറവും പോയിട്ട് വെറുതെ തിരിച്ചു പോരേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, അദബാണ്, പൂർണ്ണമായ അദബാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അദബാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട മഹാരഥന്മാരുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ തലകുനിച്ചു പോകേണ്ട ഒരു പരിപാടിയാണ് ഹജ്ജ്. അല്ലാത്തതൊന്നുമല്ല. നിങ്ങളാ നടക്കുമ്പോഴും ആ ഓർമ്മയാണ്. നമ്മൾ ആ ചെയ്യുന്ന സഴിയിലും അതേ ഓർമ്മയാണ്. ആ സഴിയൊക്കെ കഴിഞ്ഞിട്ട് തഹല്ലുലാകുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഒരു 3 മുടിയെടുത്ത് മുറിക്കാം, അല്ലെങ്കിൽ തല മുണ്ടനം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ട്, തല മുണ്ടനം ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു വിരലിൻ്റെ പാകത്തിനുള്ള മുടി ഇതുപോലെ 3 മുറിക്കാം. അങ്ങനെ തഹല്ലുലാകാം, ഒഴിവാകാം, അവസാനിപ്പിക്കാം. ഉംറ എന്ന് പറയുന്ന പദ്ധതി അതോടെ അവസാനിക്കാം. വളരെ വളരെ ചുരുങ്ങിയ ഈ അമലുകൾ ചെയ്യാൻ, പക്ഷേ ഉള്ളിലുണ്ടാകേണ്ട അദബാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. അദബാണ് പ്രധാനം.
അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ രണ്ട് രീതിയാണ്. ഞാനിവിടെ ഹജ്ജിനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് രീതി വരാം. സ്വാഭാവികമായി ചിലർ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മദീനയിലേക്ക് പോകാം. ഉംറ കാലം കഴിഞ്ഞ് മദീനയിലേക്ക് പോകുമ്പോഴും മനസ്സിലുണ്ടാകണം ഇതുപോലെ ഒരു ഹിജറ. നമ്മളിങ്ങനെ അവിടുന്ന് മനോഹരമായ സുഖസൗകര്യമുള്ള ഒരു വലിയ എക്സ്പ്രസ് വേയിലൂടെ വളരെ സുഖമായി നല്ല കാറിലോ മറ്റോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴാണെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള പിന്നെ മെട്രോ ട്രെയിൻ ഉണ്ട്, വളരെ സുഖമാണ്. ഫ്ലൈറ്റിലിരിക്കുന്നതിനേക്കാളും സുഖമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചാൽ അനങ്ങൂല, അത്ര സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷെ അവിടെ ഓർക്കണം, അതേ വേ ദ വേ ഓഫ് ഹിജറ, അഷ്റഫുൽ ഖൽഖ് നടന്നു പോയതും അവഴിയാണ്. അപ്പോൾ അവിടെ കുന്നുകളായിരുന്നു, ഓരോ കുന്നും കയറിയിട്ടാണ് പോയത്. മദീനയിലെ ഒരു രാത്രിയിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെക്കാളൊന്നും വലിയ ആളായിരുന്നില്ലല്ലോ പിന്നെ സിദ്ദീഖിൻ്റെ ഭരണത്തെക്കാളും എത്രയോ ഉജ്ജ്വലമായ ഭരണമാണ് നിങ്ങളുടെ ഭരണം. അങ്ങനെയാണല്ലോ മനുഷ്യന്മാർ, നേതാവായ ആളുടെ കൂടെയാണല്ലോ ആൾക്കാർ കൂടുക, അപ്പുള്ള നേതാവിൻ്റെ കൂടെയാണ് പിന്നെ കൂടുക. അങ്ങനെ വന്നിട്ട് വല്ലാതെ പ്രകീർത്തിച്ചപ്പോഴേക്കും ഫാറൂഖ് ആ മണൽക്കാട്ടിലങ്ങ് ഇരുന്നിട്ട് കുത്തിയിരുന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, സിദ്ദീഖിനേക്കാൾ ഞാൻ വലുതാവുകയോ? ഗാർ തൗറിലേക്ക് എൻ്റെ ഹബീബിനെ കൊണ്ടുപോയ നേരത്ത് ആ രാത്രിയിൽ ആ കുടുംബം അനുഭവിച്ച വ്യഥയുടെയും അതോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വലിയ മലയുടെ മുകളിലെ ആ ഗുഹയിലേക്ക് അഷ്റഫുൽ ഖൽഖിനെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകുമ്പോൾ സിദ്ദീഖ് അനുഭവിച്ച വ്യഥയുടെയും മുമ്പിൽ, ആ രാത്രിക്ക് മുമ്പിൽ ഉമറിൻ്റെ കുടുംബവും 1000 രാത്രി പകരം കൊടുത്താലും പകരമാവില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. 1000 രാത്രി തിരിച്ചു കൊടുത്താലും സിദ്ദീഖിന് പകരാവോ? കാരണം അഷ്റഫുൽ ഖൽഖുമായി അങ്ങോട്ട് പോകുന്ന സമയത്ത് മുഴുവനും അബൂ ഖുഹാഫയുടെ മകൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. മക്കയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ നമ്മളൊരുമിച്ചാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ കരയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അബൂബക്കർ കുടുംബം വിട്ടും മക്ക വിട്ടും പോകുന്നതിൽ വിഷമിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നബിയെ, അങ്ങയുടെ കൂടെ പോകാൻ വേറെ ആരെയുമല്ലല്ലോ തിരഞ്ഞെടുത്തത്, ഈ പാവപ്പെട്ട അബൂ ഖുഹാഫയുടെ മോനെയല്ലേ എന്ന് കരഞ്ഞു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖിൻ്റെ ഓരോ സമയത്തെയും പിടച്ചിലതായിരുന്നു. ഒരു സമയം ഇങ്ങനെ നേരെ ഓടിപ്പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നോട്ടോടും. അപ്പോൾ സിദ്ദീഖിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അബൂബക്കർ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, പേടിയുണ്ടോ? നബിയെ, ഞാൻ എന്നെക്കുറിച്ചല്ല പേടിച്ചത്, ആകാശം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആകാശം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഹബീബെ അങ്ങേ സുരക്ഷിതമായി മദീനയിൽ എത്തിക്കുന്ന നേരവും അബൂബക്കറിന് പേടി, ഈ പരിശുദ്ധ ദേഹത്തൊരു മണൽത്തരി വീഴുന്നത് പോലും നാളെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരുമോ എന്നുള്ള പേടിയാണ്. മറ്റൊന്നും ഞാൻ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖും മുഹമ്മദും യാത്ര ചെയ്ത വഴി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടാൻ. ആ യാത്രയിലെ സുഖങ്ങളാവരുത്, നിരന്തരമായ സ്വലാത്താകണം, നിരന്തരമായ സ്വലാത്ത്. നിങ്ങൾ ആ യാത്രയിൽ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആ ബസ്സിലിരുന്ന് ഇങ്ങനെ കാണണം, അവിടെ ആ യാത്രക്കിടയിൽ അവിടെയൊക്കെ ഇങ്ങനെ ചില ബോർഡുകൾ എഴുതി വച്ചിട്ടുണ്ടാവും, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. എന്തിനാ ആയത്ത് ഇപ്പോൾ എഴുതിയത്? 1400 കൊല്ലം മുമ്പ് പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ പറയണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വഹാബാക്കൾ ഉറക്കെ പറയുന്നതിനെതിരായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, വാക്കുകൊണ്ടുള്ള ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു പോകരുത്. കജഹരി ബഅലിക്കും ലിബഅലിൻ, നിങ്ങൾ നിങ്ങളുടെ ആളുകളോട് സാധാരണ സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോകുന്ന ഒരു വർത്തമാനവും ഹബീബിൻ്റെ മുമ്പിൽ പോയാൽ പറയരുത്.
അൻ തഹ്ബത അഅമാലുക്കും വ അൻതും ലാ തശ്ഉറൂൻ. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകളൊക്കെ വീണു പോകും. നിങ്ങൾക്കറിയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒരല്പം ശബ്ദമുയർന്നാൽ പോലും നിങ്ങളുടെ അമലുകൾ അതോടെ അവസാനിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ ആയത്തിങ്ങനെ എഴുതി വച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, മദീന യാത്രയുടെ ഉള്ളടക്കം സ്വലാത്തിൻ്റേത് മാത്രമാക്കുമ്പോൾ ഒരു ചെരുപ്പിൻ്റെ പാദപതനത്തിൻ്റെ ശബ്ദം കൊണ്ട് പോലും മദീനയെ നിങ്ങൾ ഒരിക്കലും ശബ്ദമലിനീകരണത്തിന് വിധേയമാക്കാതിരിക്കണം എന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പറയാൻ ആഗ്രഹിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തമായി ഉറങ്ങുന്ന ആ പരിശുദ്ധ ഭൂമിയിലേക്കുള്ള യാത്രയിൽ നിങ്ങളുടെ ശബ്ദം ഒരിക്കലും ഉയർന്നു പോകരുത്. റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് പോകാനാവാതെ മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഉറക്കെ സ്വാഭാവികമായി സംസാരിക്കുന്ന ആളാണല്ലോ, ഇനി എൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് പോയാൽ എങ്ങനെയെന്ന് ചോദിച്ച് വീട്ടിലിരുന്ന രംഗമുണ്ട്. റസൂലുള്ളാഹി കാണാതെ ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, എന്തേ സാബിത്ത് ബിൻ ഖൈസ് വരുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് പറഞ്ഞത്, ഈ ആയത്ത് വന്നതിന് ശേഷമാണ് മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോകാതിരുന്നത്. കാരണം സ്വതവേ ഉറക്കെ ശബ്ദിക്കുന്ന ഒരാളാണ്. ചില ആളുകൾ പതുക്കെ പറഞ്ഞാലും പറവൂര് കേൾക്കുമെന്ന് പറയാറില്ലേ, എന്ന പോലെ പതുക്കെ പറഞ്ഞാൽ പോലും ശബ്ദമുള്ള മഹാനാണ്. പക്ഷെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അവനോട് പറഞ്ഞേക്ക്, നരകല്ല നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളത്, സ്വർഗമാണ്. ഈ പേടി മതി. നമ്മളറിയാതെ ഉറക്കെ പറഞ്ഞു പോയാൽ പോലും ഈ പേടി മതി. അതാണ് മദീന യാത്ര എന്ന് പറയുന്നതിൻ്റെ മുഴുക്കെ അങ്ങനെ തന്നെ ചിന്തിക്കണം. ആ യാത്രയിൽ എമ്പാടും അഷ്റഫുൽ ഖൽഖിൻ്റെ ഹിജ്റ ഉണ്ടാകണം. മദീനയിലെ പച്ചക്കുബ്ബ കാണുമ്പോഴേ വിതുമ്പണം. കാരണം ആ പച്ചക്കുബ്ബ കാണുന്നത് പോലും ബോധം കെട്ടുപോകാൻ കാരണമായവരാണ് സ്വഹാബാക്കൾ. ബോധം കെട്ടുപോകാൻ സിറിയയിൽ നിന്നാണ് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നത്. ബിലാലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മദീനയുടെ പ്രാന്തങ്ങളിൽ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്ന് ചെന്നു നിന്നു. ആരായി ബിലാൽ? ഒരിക്കൽ ഈ മക്കയിലെ മണൽഭൂമിയിൽ പിടഞ്ഞു മരിക്കേണ്ടി പോയിരുന്ന ഒരാൾ, ഒന്നുറക്ക ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം മാറ്റി നിർത്തടാ എന്ന് പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ സ്വാഗതം ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് വഫാത്തായതിനു ശേഷം മദീനയിൽ നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയി സിറിയയിൽ ജീവിച്ച മഹാൻ തിരിച്ചു വരാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വപ്നത്തിലൂടെ ചോദിച്ചു, അല്ല ബിലാൽ, എന്തേ എന്നെ കാണാനോ എൻ്റെ ഈ പരിശുദ്ധമായ ഖബറിൻ്റെ അടുക്കൽ വരാനോ പറ്റാത്ത വിധം എന്നോട് വല്ല വിരോധം തോന്നിപ്പോയോ? ആ ഒരു സ്വപ്ന ദർശനത്തിലാണ് മഹാനായ ബിലാൽ റളിയല്ലാഹുവിന് തിരിച്ചു പോന്നത്. തിരിച്ചു വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് കടക്കാൻ നേരത്ത് സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാരാന്നറിയോ? സയ്യിദുന ഉമർ. മർഹബൻ ലിമൻ മർഹബൻ ലി സയ്യിദിന ബിലാൽ, പ്രിയപ്പെട്ട ബിലാൽ, ഞങ്ങളുടെ നേതാവേ, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ബിലാൽ പക്ഷേ അവിടെ വന്നു. 2 കുട്ടികളുടെ റസൂലുള്ളാഹിയുടെ 2 പേരക്കുട്ടികൾ. അവർ പറഞ്ഞു, ബിലാൽ, റസൂലുള്ളാഹി ഉള്ള കാലത്ത് നിങ്ങളാണ് ബാങ്ക് വിളിച്ചത്. ആ ബാങ്ക് കേൾക്കാൻ എന്തൊരു മനോഹരമായ മധുരമായിരുന്നു, എന്തൊരു ആനന്ദമായിരുന്നു. അതുകൊണ്ട് ഹബീബിൻ്റെ ബാങ്ക് വിളിക്കാരാ ഒന്ന് ബാങ്ക് വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി അങ്ങ് നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ബോധരഹിതനായി പോയ ബിലാൽ ബിൻ റബാഹിനെ ഓർക്കുക റളിയല്ലാഹു അൻഹു. മദീന മുഴുവനും പ്രണയം കൊണ്ട് മാത്രം പൂരിപ്പിക്കുക. മദീന മുഴുവനും മാ ഗയ്യറ ലൗനക്, എന്തേ പറ്റി നിനക്കിങ്ങനെ മുഖമൊക്കെ വിവർണമായി ശരീരം ചുക്കിച്ചുളിഞ്ഞു പോകുന്ന വിധം എന്ത് സംഭവിച്ചു പോയി? അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, നബിയെ, രോഗമൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷേ എൻ്റെ ഏറ്റവും വലിയ രോഗം നിങ്ങളില്ലാത്ത എവിടെയെങ്കിലും ഒന്നെൻ്റെ വീട്ടിലേക്കോ മറ്റോ പോയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി തിരിച്ചോടി വരാൻ വേണ്ടിയിട്ട് വല്ലാത്ത പ്രണയം എൻ്റെ ഹൃദയമാകെ പൂരിപ്പിച്ചിരിക്കാൻ. അതുകൊണ്ട് അതാണ് എൻ്റെ മനസ്സ് മുഴുക്കെ. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സതല്ലട്ടോ നബിയെ, മരണമടുത്തു എന്നൊരു തോന്നലുണ്ട്. മരണമടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു വിചാരം ഇതാണ്, നബിയെ, അങ്ങ് റഫീഖുൽ അലയിലായിരിക്കൂലേ സ്വർഗത്തിൽ? ഈ പാവപ്പെട്ട സൗബാന് ആ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലഇൻ ദഖൽതുൽ ജന്ന, ഞാൻ എന്തിനാ നബിയെ സ്വർഗത്തിൽ കിടക്കുന്നത്? എന്തൊരു ചോദ്യമാണത്. ഞാൻ എന്തിനാ റസൂലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? സ്വർഗം എനിക്ക് എൻ്റെ ഹബീബിനെ കാണാനല്ലെങ്കിൽ
സ്വർഗത്തിലെ തരുണീമണികളോ സ്വർഗത്തിലെ ഉദ്യാനങ്ങളോ സ്വർഗത്തിലെ അരുവികളോ സ്വർഗത്തിലെ മനോഹരമായ തേനൊഴുകുന്ന പുഴകളോ ഒന്നും എന്നെ അഭിരമിക്കുന്നില്ല നബിയേ. നിങ്ങളുടെ മുഖം കാണലും മാത്രമാണ് എൻ്റെ സ്വർഗം. മിണ്ടാനാവാതെ നിന്ന് പോയ പുണ്യ നബിക്ക് അള്ളാഹു നൽകിയ ഉത്തരാട്ടോ, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഉലൈക ഫഹസുന ഉലൈക റഫീഖാ. ഫഹസുന ഉലൈക റഫീഖാ. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പ്രണയിച്ചാൽ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഒരാൾ വഴിപ്പെട്ടാൽ, പ്രണയം കൊണ്ട് വഴിപ്പെട്ടു പോയവരാണവർ. അവർക്ക് നബി ഒരു പ്രണയമായിരുന്നു. അള്ളാഹു നമുക്ക് ആ പ്രണയം തരട്ടെ. മദീന കാണുമ്പോഴല്ല, മദീനയുടെ ഓരോ യാത്രയിലും നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അമിൻ തദക്കുരിജി റാനിം ബിദി സലമിൻ മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഓർമ്മകൾ പെയ്യുമ്പോൾ എൻ്റെ കണ്ണേ നീ എന്തേ ഇങ്ങനെ പെയ്തു 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 പിന്നെ കണ്ണുനീര് മുഴുക്കെ പോയിട്ടവസാനം ചോര കിനിയും പോലെ കണ്ണുനീര് പ്രവഹിച്ചു പോയതെന്തേ? മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. കൺകോളുകളിൽ ചോര പടർന്നുവോ? ഓർമ്മകളിൽ പ്രണയം മുഴങ്ങിക്കേൾക്കവേ കൺകോളുകളിൽ ചോര പടർന്നുവോ? ഒറ്റ കാരണം, ദൂസലമിലെ അയൽക്കാരനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. മദീനയിലെ സലം എന്ന ദേശത്തെ ഓർത്തുകൊണ്ട് ഇമാം ബൂസീരി പാടുകയാണ്, പ്രണയമേ നീ ഭ്രാന്ത് പിടിച്ചുവോ? എങ്കിൽ എൻ്റെ ഉറക്കം പോയതുപോലും ആ പ്രണയത്തിലാണെങ്കിൽ നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർഖനി വൽഹുബ്ബു യഅ്തരിദുൽ ലദ്ദാത്തി ബില്ലലമി. റസൂലുള്ള വഫാത്തായി 500 കൊല്ലം കഴിയുമ്പോൾ അലക്സാണ്ടറിയൻ തെരുവിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഈ പ്രണയകവി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കാൻ. നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർഖനി വൽഹുബ്ബു യഅ്തരിദുൽ ലദ്ദാത്തി ബില്ലലമി. നബി എന്ന ഓർമ്മകളിൽ എൻ്റെ ഉറക്കം പോയാലും പുണ്യനബിയോടുള്ള പ്രണയം കൊണ്ട് അതൊരു വലിയ വേദനയാകുമ്പോഴും, ഉറക്കമില്ലായ്മ വേദനയായി വന്നാലും പ്രണയത്തിൻ്റെ ആസ്വാദ്യതക്കെന്ത് മധുരം. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാകണം മദീന അങ്ങനെ നിറഞ്ഞു നിൽക്കണം, സ്വലാത്ത് കൊണ്ട് നിറയണം. അവസാനം ഇങ്ങനെ ചെല്ലാൻ വേണ്ടി കാത്തു ചോദിക്കണം നബിയോട്, അല്ലാതെ ഓടിച്ചെല്ലല്ല വേണ്ടത്. ഞാനങ്ങോട്ട് വന്നോട്ടെ. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരി എന്ന നമുക്കൊക്കെയുള്ള മഹാഗ്രന്ഥം എഴുതാൻ വേണ്ടി ആ സിയാറത്തിന് അവിടേക്ക് പോയില്ല, കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് ചോദിച്ചു. കാരണം കിലോമീറ്ററുകൾക്ക് അകലെ നിൽക്കാനേ ഇമാം ബുഖാരിക്ക് തോന്നിയുള്ളൂ. അത്ര വലിയ പ്രകാശഗോളത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ പേടി തോന്നിപ്പോയി ഇമാം ബുഖാരിക്ക്. നമ്മളൊന്നും അറിയാതെ അങ്ങനെ നടന്നു പോകരുത് എന്ന്. നമ്മളവിടൊക്കെ ചെല്ലുമ്പോൾ തല കുനിക്കണം, ഹബീബിൻ്റെ ചാരത്തേക്ക് ഇങ്ങനെ പോകണം. അവിടെ ചെന്നാൽ ഹബീബിനോട് തന്നെ പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്നിട്ട് പറയണം, അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലുമുഹു. ഈ മലമടക്കുകളെ മുഴുവനും ഇത്രമേൽ പ്രശാന്തമാക്കി നിർത്തിയിട്ടുള്ള ഏതൊരു മനോഹരമായ ശരീരത്തിൻ്റെ സാന്നിധ്യമോ, ആ സാന്നിധ്യത്തോട് ഞാൻ പറയാണ്, നഫ്സി ഫിദാഉൻ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ പരിശുദ്ധമായ ഖബറിടത്തിലേക്കാണ് എൻ്റെ ജീവൻ്റെ ദണ്ഡം. ഈ ഖബറിൽ നിന്നാണ്, ഈ ഖബറിൻ്റെ ഉടമസ്ഥനിൽ നിന്നാണ് സകല സംസ്കൃതിയുടെയും പ്രഭവകേന്ദ്രം. ഈ മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാകുമായിരുന്നില്ല. ഈ മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്വതക്കയെക്കുറിച്ചറിയുമായിരുന്നില്ല. ഈ മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കാൻ പ്രാപ്തരാകുമായിരുന്നില്ല. ഈ മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉമ്മബങ്കന്മാരെ തിരിച്ചറിയുമായിരുന്നില്ല. ഈ മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പരിശുദ്ധ റസൂല് വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടുമായിരുന്നില്ല. ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു.
എല്ലാ ഉദാരമായ സംസ്കൃതിയുടെയും പ്രഭവകേന്ദ്രമായി നിൽക്കുന്ന പരിശുദ്ധ റസൂലിൻ്റെ ഖബറിടമേ, എൻ്റെ ജീവൻ ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുന്നു, ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുന്നു. അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. കാലുകൾ വഴുതിപ്പോകാവുന്ന സിറാത്തിലൂടെ നടന്നു പോകുമ്പോഴും എനിക്കൊറ്റ ശുപാർശകൻ, എനിക്കൊറ്റ പ്രതീക്ഷയാണ്. അഷ്റഫുൽ ഖൽഖെ അങ്ങു തന്നെ. അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു, നിങ്ങളാണ് ഷഫാഅത്തിനായി ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ. അതുകൊണ്ട് നബിയേ വസാഹിബാക ഫല അൻസാഹുമാ അബദ മിന്നിസ്സലാമു അലൈക്കും മാ ജറൽ ഖലമു. അങ്ങയുടെ 2 പ്രിയപ്പെട്ട കൂട്ടുകാരുമുണ്ടല്ലോ അവിടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മരണമെത്തുന്ന നേരത്ത് ഒരേ ഒരു വസിയത്ത് സയ്യിദുനാ ഉമർ നടത്തിയത് ഇതാണ്: എൻ്റെ മയ്യത്തിൻ്റെ, എൻ്റെ ജനാസയെ കൊണ്ടുപോയി ആയിഷത്ത് സിദ്ദീഖയുടെ വീട്ടിൽ വച്ചിട്ട് ആയിഷത്ത് സിദ്ദീഖയോട് പറയണം, അമീറുൽ മോമിനീൻ വന്നു എന്ന് പറയരുതേ. അമീറുൽ മോമിനീൻ എന്ന് പറയുന്ന രാജപദവിയെക്കുറിച്ചൊന്നും ആയിഷയോട് പറയരുത്. ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നു എന്ന് പറയണം. അങ്ങയുടെ സ്ഥലം അങ്ങക്കായി മാറ്റിവെക്കപ്പെട്ട പ്രിയപ്പെട്ട ആയിഷ, അങ്ങയുടെ സ്ഥലം ഈ പാവപ്പെട്ട ഉമറിന് ദാനം ചെയ്യുമോ എന്ന് ചോദിക്കണം. ആയിഷ ദാനം തരുമെങ്കിൽ എൻ്റെ ഹബീബിൻ്റെ ചാരത്ത് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അങ്ങനെ വസാഹിബാക ഫല അൻസാഹുമാ അബദ, അങ്ങയുടെ 2 കൂട്ടുകാരും ഇവിടെയുണ്ടല്ലോ, മറക്കുന്നില്ല. മിന്നിസ്സലാമു അലൈക്കും മാ ജറൽ ഖലമു, ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം നബിയെ നിങ്ങൾക്ക് സലാം. ഈ ബെയ്ത്തൊന്നും കാണാതെ പഠിച്ചോട്ടോ, ഉസ്താദുമാർക്കൊക്കെ അറിയും. ഈ ബെയ്ത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ചെല്ലണമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കാൻ. കാരണം ആ ബെയ്ത്ത് ഇതുപോലെ റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ ബെയ്ത്ത് ഇങ്ങനെ ചെല്ലിയ ഒരു മനുഷ്യൻ തിരിച്ചുപോയി. അപ്പോൾ ആ പരിശുദ്ധമായ ഖബറിൻ്റെ ചാരെ മാറിയിരുന്ന് ഒരു മഹാനായ വലിയ പണ്ഡിതൻ, മഹാനായ ഇമാം അത്തബി റളിയല്ലാഹു അൻഹു, അവർ ഇമാം ഷാഫി തങ്ങളുടെ കൂടി ഉസ്താദാണ്. ആ ഇമാം ഷാഫിയുടെ ഗുരുവര്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ മയങ്ങായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വപ്നത്തിൽ ചെന്നിട്ട് പറഞ്ഞു, യാ അത്തബി ഇൽഹഖ് ഹാദൽ അറാബി, അറാബിനെ വേഗം പോയി തേടി പിടിക്കണം. എന്നിട്ട് അയാളോട് പറയണം, എല്ലാ പാപവും ഈ ഒറ്റ പദ്യം കൊണ്ട് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞോക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു. ഞാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പാപവും അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് ആ അറാബിയോടൊന്ന് പറഞ്ഞു കൊടുക്കൂന്ന് അത്തബി റളിയല്ലാഹു തആല അൻഹുവിനോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇമാം നബവി ഉൾപ്പെടെ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഉൾപ്പെടെ ഉസ്തുഹസിന, വളരെ നന്നായിരിക്കുന്നു അതവിടെ പോയി ചെല്ലുന്ന ആളുകൾക്ക്. അത് കണ്ണു നിറഞ്ഞ് ചെല്ലുന്നവൻ ഹബീബിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമായിട്ടല്ലാതെ തിരിച്ചു പോരില്ല എന്നർത്ഥം. അഷ്റഫുൽ ഖൽഖിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവിടുത്തെ പരിശുദ്ധമായ അവിടുത്തെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ചെല്ലണം. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖായി അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിന്നൽ, എന്താണ് ബാക്കി? ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു, അൽഹംദുലില്ലാഹ്. ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉൻ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു വസാഹിബാക ഫലാ അൻസാഹുമാ അബദ മിന്നിസ്സലാമു അലൈക്കും മാ ജറൽ ഖലമു. ഞാനൊരു മണിക്കൂറാ ക്ലാസ് എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആവാറായില്ലേ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞു വരട്ടെ. മദീന അങ്ങനെ ആക്കട്ടെ. മദീനയിലെ ഓരോ പ്രഭാതവും നിങ്ങളങ്ങനെ കാണണം. മദീനയും മക്കയും പരിശുദ്ധ റസൂലിൻ്റെ ഓർമ്മകളിൽ മുഴങ്ങുന്ന, നിരന്തരമായി ഇരമ്പുന്ന അത്തരമൊരു നാടാകണം. മദീനയിൽ എങ്ങനെ ഓർത്തിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യങ്ങനെ ഓടി വരാൻ. നാഫഖ ഹല്ലല, ഹല്ലല മുനാഫിഖായി എന്നാണ് പറഞ്ഞത്. അത് കേട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ
അങ്ങനെ ഓടി അഷ്റഫുൽ ഖൽക്കിൻ്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്. കാരണം സ്വയം വിശകലനം ചെയ്യാണ് അവർ. പഠിച്ചോനെ, ഞാൻ നന്നായിട്ടുണ്ടോ? ഞാൻ ഹബീബിൻ്റെ അടുക്കലിരിക്കുമ്പോൾ നല്ല ഈമാൻ, കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകാണല്ലോ. അപ്പം എൻ്റെ ഈമാൻ പരീക്ഷിക്കപ്പെടാണല്ലോ. അതുകൊണ്ട് ഞാൻ മുനാഫിഖായി പോയോ? അന്നലെയും സ്വഹാബാക്കളിലെ പ്രമുഖരെല്ലാവരും കൂടി റസൂലുള്ളാഹി അടുത്ത് ചെല്ലുമ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ എപ്പോഴും വിചാരിക്കാൻ പറ്റൂല, ചിലപ്പോഴൊക്കെ മനുഷ്യരാണ്, മാറിപ്പോകാം. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ കാത്തിങ്ങനെ മലക്കുകൾ മുസാഫഹത്തിന് കാത്തൂക്കില്ലായിരുന്നോ എന്ന് ചോദിച്ച ഒരു തെരുവാണ് മദീനയുടെ തെരുവ്, സ്വഹാബാക്കൾ ഓടി നടന്ന തെരുവ്. ജന്നത്തുൽ ബഖീയിലെ മഹാന്മാരായ സ്വഹാബാക്കളുടെയും മഹാനായ ഇമാമു ദാറുൽ ഹിജ്റ ഇമാം മാലിക് തങ്ങളുടെയും ഒക്കെ പരിശുദ്ധമായ ഖബറുള്ള നാട്. പണ്ടൊക്കെ 1920 വരെ അവിടെ ഖബറുകളൊക്കെ അടയാളപ്പെടുത്തപ്പെട്ടതാട്ടോ. ചില ആളുകളൊക്കെ പറയും അവിടെയൊക്കെ പോയപ്പോൾ ഇസ്ലാമിനെ ശരിക്ക് കാണാം, അവിടെ ചെന്നാൽ ഖബറൊന്നും ഒട്ടും ഉയർന്നിട്ടില്ല, അതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പഴയ പാരമ്പര്യം. അങ്ങനെയല്ലായിരുന്നു. 20 വരെ അവിടെ ഖബറുകൾ കൃത്യമായി, ഫാത്തിമ ബിയുടെയൊക്കെ ഖബർ വളരെ കൃത്യമായി തന്നെ വലുതാക്കി അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ ഖബറൊക്കെ പൊളിക്കുന്ന സലഫി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ മഹാനായ മൗലാന മുഹമ്മദ് അലിയെ പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് കത്തെഴുതിയിട്ടുണ്ട്. അന്ന് അതിനുവേണ്ടി മാത്രം ഖിലാഫത്ത് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയുടെ ചരിത്രവും കൂടി ഓർത്തുകൊണ്ട് പറയാൻ, ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അന്ന് അങ്ങനെ ആ ഖബർ പൊളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിന് കത്തെഴുതുകയും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ വലിയ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ചെയ്യരുതത്, അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒരു ഖബറും തിരിച്ചറിയാൻ പറ്റില്ല. അവിടെ ജന്നത്തുൽ ബഖീയിലും പോകണം, ഇവിടെ ജന്നത്തുൽ മുഅല്ലയിലും പോകണം. ഖദീജ ബിയുടെ ചാരത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ മഹാശില്പി കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയി നിങ്ങൾ ഓർക്കണം, ഓർമ്മകൾ നന്ദിയാണ്. നിങ്ങളെയും നമ്മളെയുമൊക്കെ മതവിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠം പഠിപ്പിക്കാൻ ഒരു മനുഷ്യൻ്റെ വർത്തമാനമുണ്ട്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മർഖദ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് പറഞ്ഞത്, മതവിദ്യാഭ്യാസത്തിന് മദ്രസ വേണം, മതവിദ്യാഭ്യാസത്തിന് മദ്രസ വേണം. ആ മദ്രസയുടെ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ തുടിപ്പാണ് ഇന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മതപരമായിട്ടുള്ള പ്രബുദ്ധത. അവിടെ പോയി നിൽക്കുമ്പോൾ പറയണം, ബാഫഖി തങ്ങളെ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ കേരളീയ മുസ്ലിങ്ങൾ ഈ പ്രബുദ്ധതയിലേക്ക് വരില്ലായിരുന്നു. ഞങ്ങൾക്ക് കൊടിനാട്ടി തന്ന ഒരു സമസ്തയും അതിനും മുന്നേ നടന്ന നിങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തന്നൊരു പാതയോരമുണ്ട്, ആ വഴിയെ ഞങ്ങൾ നടക്കാൻ. 23 കൊല്ലം 23 ഹജ്ജ് ചെയ്ത മഹാൻ പോകുന്ന നേരത്ത് താൻ എന്തൊക്കെയാണോ തൻ്റെ അധികാര പരിധിയിലുള്ളത് അതത് സ്ഥലങ്ങളിലുള്ളവരോട് ഏൽപ്പിച്ചിട്ട് ഇനിയും വരാനില്ല ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ചു അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലിൻ്റെ പ്രിയതമയാകുന്ന തൻ്റെ മാതാവിൻ്റെ ചാരത്ത് കിടക്കാൻ വേണ്ടി പോയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മർഖദ. ഖദീജ ബിയുടെ കുറച്ച് താഴെ നിങ്ങളിങ്ങനെ ആ ഗേറ്റിൻ്റെ ഇപ്പുറോട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്നാൽ ബാഫഖി തങ്ങളുടെ ഖബർ കാണും. ബാഫഖി തങ്ങളെ ഓർക്കണം, ഖദീജ ബീവിനെ ഓർക്കണം, സ്വഹാബത്തിനെ ഓർക്കണം, ഒരുപാട് മഹാരഥന്മാർ ഓർക്കണം. ജന്നത്തുൽ മുഅല്ല എന്ന മക്കയിലെ ഖബർ കാണണം. പിന്നെ അതോടൊപ്പം തന്നെ മദീനയിലെ ഖബറും കാണണം. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന മദീനയിലെ ഖബറും കാണണം. അവിടെയൊക്കെ എല്ലാവരും ഉണ്ട്. മഹിളാമണികളായ പരിശുദ്ധ റസൂലിൻ്റെ പ്രിയതമമാർ പലരും, പരിശുദ്ധ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയപ്പെട്ട ഫാത്തിമയുണ്ട് റളിയല്ലാഹു തആല അൻഹ. ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മു അബീഹ എന്ന് ചരിത്രം വിളിച്ച ആ പെൺകുടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിച്ചതാണ്. ആ മോളെ തൊട്ടടുത്തിരുത്തിയിട്ടാണ് പറഞ്ഞത് ഞാൻ പോകാനായി. അപ്പോഴാണ് കരഞ്ഞത്. പിന്നെയാണ് ആ മോളോട് വീണ്ടും പറഞ്ഞത്, എന്നാൽ ഞാൻ പോകുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം വരുന്നതും എൻ്റെ മോളായിരിക്കും. വളരെ കുറഞ്ഞ പ്രായത്തിൽ റസൂലുള്ളാഹിയുടെ വഫാത്തിൻ്റെ 6 മാസങ്ങൾ മാത്രം കഴിയുമ്പോൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ പ്രിയപ്പെട്ട മകളും തിരിച്ചുപോയി. ആ മകൾ ജന്നത്തുൽ ബഖീയിലുണ്ട്. എല്ലാത്തിൻ്റെയും മുമ്പിൽ പിടിച്ചു നിന്ന ഒരാൾ, ഖൈബറിൻ്റെ കവാടത്തെ തൻ്റെ കയ്യിലേന്തിയിട്ട് പരിചയാക്കാൻ മാത്രം ശക്തനായിരുന്ന ഒരാൾ, അത്രമേൽ വലിയ യുദ്ധങ്ങളെ ജയിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച ഒരാൾ, ആ മോള് മരിച്ചന്ന് മയ്യത്തൊന്ന് എടുക്കാൻ പോലും കഴിയാതെ തളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു.
അവിടേക്ക് പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മദീനയും കഴിഞ്ഞ് പിന്നെ തിരിച്ചാണ് നിങ്ങൾ തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു 8-നോ 6-നോ 7-നോ ഒക്കെ പിന്നെ മിനയിലെത്തി അവിടെ ഒന്ന് പാർത്ത് അവിടെ നിന്നിങ്ങനെ ഈ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് തുടങ്ങാൻ പോവാണ്. ഇഹ്റാം ചെയ്ത് നിങ്ങൾ അറഫയിലേക്ക് ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് ളുഹറൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം നിങ്ങളവിടെ പോയി നിൽക്കാൻ പോവാണ്. അവിടെയും ഇതാണ് സംഭവിക്കുന്നത്. അവിടെ ഒരു വലിയ ജനസമൂഹം ഒരിക്കൽ നിന്നിരുന്നു. ആ സമയത്ത് സായുജ്യാനുഭവങ്ങളുടെ ആനന്ദാതിരകത്താൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്ന് കണ്ണിറയെ കണ്ടിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിടയിൽ ആർക്കുമിടയിലും ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കുന്ന ഒരു മതമല്ല എൻ്റെ മതം. അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പരിശുദ്ധ ഖുർആൻ്റെ ആ വചനം അതുപോലെ സാർത്ഥമായി പറഞ്ഞുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് പ്രസംഗിച്ചത്. മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ സ്ഥലം പോലെ, ഈ പരിശുദ്ധ മാസം പോലെ നിങ്ങളുടെ അലാ ഇന്ന ദിമാഅക്കും വ അഅറാലക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പരസ്പരമുള്ള ഇടപെടലുകളിൽ ഹറാമാണ് കേട്ടോ. നിങ്ങൾ ആരുടെയും അഭിമാനം പിച്ചു ചീന്തരുതേ, നിങ്ങൾ ആരുടെയും സമ്പത്ത് കവരരുതേ, നിങ്ങൾ ആരെയും കൊല ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്യരുതേ. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ സ്ത്രീകളോട് പ്രത്യേകിച്ചും അവരുടെ കാര്യത്തിൽ ഞാൻ വസിയത്ത് ചെയ്യുന്നു. നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ അതിക്രമം കാണിക്കരുതേ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ പരിശുദ്ധ അറഫയിൽ നിങ്ങൾ പോയി നിൽക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അന്നത്തെ ദിവസം ശൈത്താന് ബുദ്ധിമുട്ടാകുന്ന പോലെ ഇത്രമേൽ ഖിന്നനും ഇത്രമേൽ നിന്ദ്യനും ഇത്രമേൽ ചെറുതുമായി പിശാചിനെ കാണാൻ പറ്റൂല. മിൻഹു മിൻ യൗമി അറഫത്ത, അറഫ ദിവസത്തിൻ്റെ അന്ന് അവന് അത്രമേൽ പരാജിതനായി നിൽക്കുന്ന ഒരു സമയം പോലെ മറ്റൊരു സമയം ഉണ്ടാവില്ല. എന്താ കാരണം? മുഅ്മിനീങ്ങളുടെ കണ്ണ് പെയ്യുന്നത് അവന് സഹിക്കാൻ പറ്റില്ല. മുഅ്മിനീങ്ങളുടെ കണ്ണ് പെയ്യണം. ആ മലമടക്കുകളിലെ ഏതൊക്കെയോ പാറക്കെട്ടുകൾക്കിടയിൽ വെയിലത്തും നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ കയ്യുയർത്തിയിട്ട് ദുആ ചെയ്തിട്ട് പറയണം, ഞങ്ങൾക്കും വേണ്ടി ദ്വാർക്കണം, നമുക്കൊക്കെ വേണ്ടി ദ്വാർക്കണം. ഈ ക്ലാസ്സിന് നമ്മളൊക്കെ വരുന്ന ഒറ്റ കാര്യത്തിനാണ്. നിങ്ങളപ്പോഴെങ്കിലും ഓർക്കൂലോ, അറഫയിലെ മൈതാനിയിലെ ലക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്ന കണ്ണുനീരിൻ്റെ പുഴ ഒഴുകുമ്പോൾ നിങ്ങൾ ഓർക്കണമല്ലോ. അപ്പം ഇങ്ങനെ ദ്വാർക്കണം. ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദ്വാർക്കണം. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദ്വാർക്കണം. ഈ ഉമ്മത്ത് ചിന്ന ഭിന്നമാകാതിരിക്കാൻ വേണ്ടി ദ്വാർക്കണം. സമുദായം ഒന്നായി നിൽക്കാൻ വേണ്ടി ദ്വാർക്കണം. നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖത് തൻസിലുർ റഹ്മ, റഹ്മത്ത് ഇങ്ങനെ അവതരിക്കും. ആ സമയത്ത് ചോദിച്ചവൻ്റെ തേട്ടങ്ങളൊക്കെയും കേൾക്കും. അങ്ങനത്തെ ഒരു അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ തന്നെ അൽ ഹജ്ജു അറഫ, ഹജ്ജന്നെ അറഫയാണ്. അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. അത് കഴിഞ്ഞിങ്ങനെ പിന്നെ അങ്ങനെ നടന്ന് തിരിച്ചു പോരാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നല്ല ഹജ്ജിന്, നല്ല ഉംറക്ക്, നല്ല സിയാറത്തിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അള്ളാഹു ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിൻ്റെ അമലുകളൊന്നും കാര്യമായി പറഞ്ഞില്ല, പക്ഷെ ചിലതിങ്ങനെ അതിൻ്റെ ആത്മാവ് പറയണം എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കുറച്ച് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.